We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, ചെറിയൊരു പ്രശ്നമുണ്ട്. What? സർ, അയാൾ ലീവിലാണ്. So what? Call him back. അത് അയാളിപ്പോ എവിടെയുണ്ടെന്ന് ആക്ച്വലി ഡോണ്ട് നോ, സർ. What do you mean? സർ, ഹീസ് എ ക്രേസി ഡ്രൈവർ. From Delhi to Kerala. അയാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുകയാണ്. എനിവേ, അയാൾ എവിടെയാണെങ്കിലും ഐ വിൽ ഗെറ്റ് ഹിം ബാക്ക്, സർ. ഇൻ ദ മീൻ ടൈം ഞാൻ അയാളുടെ ടീമിനെ ദീപകിന്റെ അണ്ടറിലേക്കാം, സർ. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ. ശിവസാർ എത്തിയിരിക്കും മോനെ. ഉണ്ടാപ്പിന് തന്നെയാടാ. വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ. പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ. വിജയ് സാബ് എങ്ങനെയായാലും പിടിച്ചിരിക്കും. അപ്പൊ സാറിന് ഇപ്രാവശ്യം നടത്തിനെ കാണാൻ പറ്റില്ലായിരിക്കും. अबे जब साहब वापस आएगा ना, ये बात बोल के उसको छेड़ना मत. पिछले बार मिल गया ना तुम लोगों को. ഓ സിൻസിയർ സാബിന്റെ ഒരു സിൻസിയർ വാല. ഇവിടെ പ്രദക്ഷിണ വെച്ചിട്ട് പയ്യങ്ങ് പോയാൽ മതി എല്ലാവരും. കുറെ നേരമായല്ലോ. ഓക്സിജൻ കൊടുത്താൽ ഈ ആംബുലൻസ് ഒന്ന് കടത്തി എന്തായാലും ശിവസാർ ഉള്ളപ്പോ ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ. സാബൊന്ന് അറിഞ്ഞാൽ മതി, പറന്നെത്തൂടാ. അത് ശരിയാ. ചങ്കൂറ്റുള്ളവരുണ്ടെങ്കിൽ വാടാ. ഹലോ, എന്താടോ ശിവസാറില്ലാതെ ഒരു ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ? അങ്ങനെയല്ല സാർ, ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. I'm Major Shivaram, Black Cat Commando. Where is he now? സർ, അയാൾ റെസിഡൻസ് നമ്പർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിവേ, ഹി മൈ റീച്ച് അറ്റ് എനി ടൈം. സർ, സോറി സർ. സാർ ആരാണെന്നറിയാതെ. സാറേ, ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങള് റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ്, അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം സർ. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവരെ അമ്മമാര് പറഞ്ഞുകൊടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അംഗങ്ങളെ വിളിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. എന്താ പേര്? സജിത്ത്. ഓക്കെ സേ. ഓക്കെ. ഓ, വരവ് വെച്ചിരിക്കണു. ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണോ? അച്ഛനെങ്ങനെ മനസ്സിലായി? മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ? ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത്. ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ്, ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു. നിന്റെ ബോഡിയുടെ കാര്യമല്ല, വണ്ടിയുടെ ബോഡിയുടെ കാര്യ. ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ? പെർഫെക്റ്റ്. പക്കല്ലേ? പക്ക. ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുക്കേശ് മുഖർജി തന്നെ. അവൻ വന്നു. മോനെ, എന്റെ മോനെ, എന്റെ കുട്ടി, നീ ഒരാഴ്ചയായില്ലേ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്? അമ്മ, ഞാൻ വണ്ടി ഓടിച്ചു വന്നതല്ലേ. ഇതെന്താ നെറ്റിയില്? ഒരു ഗ്ലാസിന്റെ പീസ് തെറിച്ചു വീണതാ, സാരമില്ല. നെറ്റിയിലെ ബാനർ മാത്രല്ല, വണ്ടിക്ക് ഉണ്ട് പോറല്. ശിവേട്ട, ഇതെന്തു പറ്റിയതാ? ഒരു ബോംബ് പൊട്ടിയതാ. എന്താ? ഇടി ഒന്നുമില്ല, വരുന്ന വഴി ഒരു ബഹളത്തിൽ ചെന്ന് പെട്ടതാ. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലേ അമ്മേ? ആളുകൾ ആകെ വയലന്റാ. ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ എന്നെ കാണാൻ. ഇവിടെ എല്ലാരും തീ തിന്നായിരുന്നു, ഒന്ന് വിളിക്കായിരുന്നില്ലേ ശിവേട്ട? എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാനോ? ഗുരുവായൂരപ്പൻ തുണച്ചു, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കേ. വാ. ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ? വന്നല്ലോ.
അത് പോട്ടെ. ഇന്ന് അടിച്ചു പൊളിക്കാം. ആ ഇരിക്കെ. ഇതാ മീൻകാരൻ മണിയപ്പന്റെ കൂവലല്ലേ? അല്ലച്ചാ, ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേൾക്കുന്ന കൂവല. അനിതേ മതി മതി ചൊറിയല്ലേ. ഓ അതാ മോഹന്ന. ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും. അതൊരു പാവ. പാവ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങിൻ കള്ള് കുടിപ്പിച്ചവനാ. അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു. പിന്നെ ഇന്ന് വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല. പോടാ അവിടുന്ന്. ആ ഇനിയിപ്പൊ അവന്റെ കൂടെ ഊര് ചുറ്റാൻ നടക്കണ്ട. അച്ഛൻ എന്താ ഈ പറയുന്നേ? ലീവിന് വരുമ്പോ കൂട്ടുകാരോടൊന്നും മിണ്ടരുതെന്നാണോ? ഈ മോൻ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ. അച്ഛൻ തരുന്ന 19 പൈസ വസൂലിക്ക് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് ശരിയാ. നിനക്ക് മതിയോ മോനെ? മതിയമ്മേ. അവൻ ഇപ്പഴും ലീവില് വന്ന നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം. തന്തപ്പൊട്ടാളുണ്ടാ. പെട്ടെന്ന് വാ, ആൾത്തറ കാണാം. ചൂടാത്ത പൂകളാ തേടി 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 അവിടെ കിടക്കട്ടെ. അപ്പൊ കിട്ടിയ ചെത്ത് കഴിഞ്ഞ് വേർത്തിരിക്കാ. ഓ നീ മാത്രം ഒരു വേർപ്പൊഴുക്കാരൻ. ഞാനും നല്ലോണം വേർപ്പൊഴുക്കാടാ പണിയെടുക്കുന്നേ. അത് മാത്രമല്ല നിന്റെ വേർപ്പൊഴുക്കിയ ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ലടാ. ഒന്ന് പോടാ. മേജർ ശിവരാമൻ എടാന്ന് വിളിക്കാൻ മാത്രം ആയോടാ നീ? ഇല്ല ക്ഷമിക്കണം. ഇല്ല വിളിക്കൂല. വിളിക്കണം വിളിക്കൂല. 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 വേണ്ടടാ. താങ്ക് യു. എടാ ആ രാജീവ് അതിനെ കൊന്നത് വലിയ കഷ്ടമായി പോയിട്ടാ. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. നമ്മുടെ പട്ടാമ്പലവില്ലേ, അവന്റെ കാറൊക്കെ തല്ലി പൊളിച്ച് അവന് പാശത്തിൽ കിടക്കേ. അവൻ അങ്ങനെ തന്നെ വേണം. നീ എന്റെ കാർ കണ്ടോ? അടിച്ചു പൊളിച്ചു കളഞ്ഞില്ലേ. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്തായിരുന്നു ബഹളം. നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഭാഗ്യം നിനക്കിത് കൊണ്ട് തരാൻ. പിന്നെ നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എനിക്കെന്ത് വിശേഷം. കഴിഞ്ഞ ഒരാഴ്ച കോണായിട്ട് തെങ്ങ ചെത്താൻ കയറുതാ. നല്ല കാറ്റുള്ളതിന്റെ പേരില് തെങ്ങയിൽ നിന്നും ഉറങ്ങിപ്പോയി. പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് ഒരണക്കോലയമ്മ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണ ഒരു പാറക്കല്ലുമായിരുന്നു. അതുകൊണ്ട് 5-6 മാസം സർക്കാർ ഫുഡായിരുന്നു. ബ്രെഡും പാലും പിന്നെ ചൊവ്വാഴ്ച മുട്ടയും. സുഭദ്രക്ക് സുഖമായി വീട്ടിൽ വെച്ച് ചോദിക്കണ്ടല്ലോ. നമ്മുടെ മൊയ്തീനും രാധാകൃഷ്ണൻ ഇപ്പൊ എവിടെയാ? മൊയ്തുണ്ണി ഷംസും ഗൾഫില്ല. രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി. പിന്നെ മേലത്തൂർ മോഹൻ ലോറി ഓടിച്ച് നടക്കുക. പിന്നെ വേറെ ആരും കാണാറില്ലേ? മനസ്സിലായി നിന്റെ പഴയ വിജയലക്ഷ്മി നാട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ പൂരത്തിനെ. അവളിപ്പോഴും കലക്കട്ടില്ല. നിന്നെ അന്വേഷിച്ചിരുന്നു. നമ്മുടെ സാധനം ഉണ്ട്. അവള് കണ്ട കുഴപ്പോ. ശിവേട്ടൻ എന്നാ വന്നേ? ഞാൻ ഇപ്പൊ രാവിലെ വന്നുള്ളൂ. അപ്പോഴേക്കും മോഹനേട്ടൻ അള്ളി പിടിച്ചില്ലേ? സുഭദ്രയ്ക്ക് സുഖല്ലേ? പിന്നെ ഇവളുടെ പുള്ളോർക്കുടവും എന്റെ കള്ളൊഴിക്കണ ഫുള്ളോർക്കുടവും തമ്മില് അങ്ങനെ തട്ടിയും മുട്ടിയും പോണ്. എല്ലാരും സുഖേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ശിവേട്ടൻ ഇങ്ങേരെ കൂടെ പട്ടാളത്തിൽ കൊണ്ടുപോയി. അതിന് പട്ടാളത്തിൽ തെങ്ങിയത്തല്ല വെടിവെപ്പാ. ഈ നാവെങ്കിലും ഒന്ന് അടച്ചു കിട്ടിയാ മതിയായിരുന്നു. ശിവേട്ട പോകുന്നതിന് മുമ്പ് വീട്ടിലോട്ട് വരുമല്ലോ അല്ലേ? പിന്നെ ശരി. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ്ട. ആ കൃഷ്ണൻ മരിച്ചപ്പോ ഇവിടെ 2 കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തല്ലോ. കൃഷ്ണൻ അവളെ കെട്ടിയെന്നുള്ളൂ. പിള്ളേര് രണ്ടുണ്ടല്ലോ. എന്റേതാ. കാപ്പിക്ക് പഴംപൊരി ആയാലോ? ആ മതിയമ്മേ. മോനെവിടെ? കണ്ടില്ലല്ലോ. ആ അപ്പു നീ എവിടെ? ഈ കാണുമ്പോഴുള്ള സ്നേഹല്ലേ ഉള്ളൂ.
ടിപ്പിക്കൽ പട്ടാളക്കാരന്റെ. എന്റെ പരാതിയൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നല്ല കുട്ടിയായിട്ട് വന്നേ. ഇപ്പൊ തന്നെ 2 ദിവസം ലേറ്റ്. ഈ ലീവിന് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അറിയോ? ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യമാവണമെന്നില്ല. സോ ഫോർഗെറ്റ് ഇറ്റ്. ഇപ്പോ നീയും ഞാനും മാത്രം. യെസ് മേജർ ശിവറാം. You idiots! You are missing for the last 7 days. You irresponsible. എത്ര തവണ ഈ നമ്പർ ട്രൈ ചെയ്തു? ഔട്ട് ഓഫ് ഓർഡർ തന്നെയായിരുന്നു. ഇപ്പൊ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയതാ. സാർ, ഞാൻ മരുന്ന് ഒഴിക്കേണ്ട കാർ. നീ ചെയ്യുന്ന പോകണത്തിന് നിന്നെ കോർട്ട് മാർഷൽ ചെയ്യാൻ വേണ്ടത്. പിന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നറിയാം. ആ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്താണ് സാർ പ്രശ്നം? വിളിച്ചെന്താന്ന് പറ. എത്രയും പെട്ടെന്ന് മദ്രാസ് SIT റിപ്പോർട്ട് ചെയ്യണം. Is it SIT? Yeah. Special Investigation Team. CBI. Sir, is it regarding that Rajiv Gandhi assassination? Yes. When can it start? No, sir. That's the spirit. Wish you all the best. Take care of your boys. Okay? Done, sir. അവനെ ഒന്ന് കണ്ടു തരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു വിളി വന്നാ പോണം. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, പോയിട്ട് വാ മോനെ. പോണ വഴി ഞാങ്ങായിട്ട് അമ്പലത്തിലൊന്ന് കേറിട്ടേ പോവാവൂ. ശരി അമ്മേ. നല്ലൊരു കാര്യത്തിനല്ലേ പോണത്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. മോനെ, നീ ഒരു ഓഫീസറാ. നിന്റെ മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലാ. ടേക്ക് കെയർ. ചെന്നിട്ട് വിളിക്കാൻ മറക്കരുത്. Good morning, gentlemen. Sir, this is Major Sivaram, our NSC operational commander. So, you are the man, sir. Nice meeting you. Sir, good morning, Major Shivram. I am Parthiban. Our SIT chief. Please sit down. Thank you, sir. Okay, DIG Raju. Can we have a rundown, a complete briefing as to where we are as of now? Let's take it. Sir, ഈ കേസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശ്രീ പെരമ്പത്തൂർ CI മിസ്റ്റർ മധുരമാണ് നമുക്ക് ആവശ്യമായ എവിഡൻസുകൾ തന്നിട്ടുള്ളത്. ആസ് പെർ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഫസ്റ്റ് എവിഡൻസ് സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്യാമറയും അതിലുള്ള 10 ഫോട്ടോഗ്രാഫ്സുമാണ്. സ്ലൈഡ്സ് ഓൺ. സോ ലെറ്റ് us see this photograph. ഈ ഓറഞ്ച് ഗ്രീൻ സൽവാർ കമ്മീസിൽ നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കണം സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഡെനിം ജാക്കറ്റ് ധരിച്ചിരുന്നത്. ജാക്കറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അനദർ തിങ്, ജേർണലിസ്റ്റ് എന്ന ഭാവന നിൽക്കുന്ന ഇയാളെ മുറിവേറ്റവരുടെ കൂട്ടത്തിലോ മരിച്ചവരുടെ കൂട്ടത്തിലോ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയില്ല. സോ ഐ തിങ്ക് ഇവനായിരിക്കണം ഈ കൊലപാതകത്തിന്റെ മെയിൻ കോൺസ്പിറേറ്റർ. അതോടൊപ്പം ഇത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എക്സ്പോഷർ നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയ 100 കണക്കിനുള്ള മെറ്റാലിക് പെല്ലറ്റ്സുകൾ. നൗ ലുക്ക് അറ്റ് ദിസ് ഫോട്ടോഗ്രാഫ്സ്. ഈ ഇരിക്കുന്ന 2 പെൺകുട്ടികളെ കുറിച്ചും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഇവരും ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇത് ദുരന്ത സ്ഥലത്ത് നിന്നും കിട്ടിയ ഡെനിം ജാക്കറ്റിന്റെ ഭാഗങ്ങളാണ്. RDX പോലെയുള്ള ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഇതിലുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നൗ ജെന്റിൽമെൻ, ഈ ഫോട്ടോസ് എല്ലാം കിട്ടിയ ക്യാമറ സ്ഫോടനത്തിൽ മരിച്ചുപോയ ഹരിബാബുവിൻ്റെതാണ് എന്ന് ഒരു ജേർണലിസ്റ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഹരിബാബു എടുത്ത 10 ഫോട്ടോഗ്രാഫിൽ 9ാമത്തെ ഫോട്ടോഗ്രാഫാണിത്. ജെന്റിൽമാൻ, പോയിന്റ് ബി നോട്ടഡ്. ഈ മാലയിടുന്ന പെൺകുട്ടി തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ ഓറഞ്ച് സൽവാർ കവർ. ഇത് കഴിഞ്ഞ് സ്ഫോടനം. ഇവരുടെ മധ്യഭാഗം പൂർണ്ണമായി സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. സോ ഈ പെൺകുട്ടി തന്നെയാണ് സൽവാറിനുള്ളിൽ ആ ജാക്കറ്റ് ധരിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ദിസ് എക്സ്പ്ലോഷൻ
most certainly has taken place with a planned conspiracy of killing Mr. Rajiv Gandhi with a human bomb. കൊല്ലാനും വയൽ സൈനൈഡ് വെച്ച് സ്വയം മരിക്കാനും മടിയില്ലാത്ത ഡെഡിക്കേറ്റഡ് ഡ്രെഡഡ് മിലിറ്റൻസ് ആയതിനാൽ അവരെ പിടിക്കാൻ CBI is not trained for that. അതിനു വേണ്ടത് കമാൻഡോ ഓപ്പറേഷനാണ്. That is the mission of Major Shivaram and his team from NSD. സർ, I'm Jyoti Verma from News India. ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് എന്തെങ്കിലും? ഒന്നും പറയാനായിട്ടില്ല. സർ, ലണ്ടനിൽ നിന്നുള്ള LTT നേതാവ് പത്മനാഭനും ഖാലിസ്ഥാൻ ഫോഴ്സിന്റെ ജഗദീപ് സിംഗിനും JKLF-ന്റെ അമനുള്ള ഖാനും ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആരാണ് ഈ പൊളിറ്റിക്കൽ മർഡറിന് പിന്നിൽ? You know everything. Sir, one more question. Why is commandos for this investigation? Certain people are destined to do certain things. Anyway, I am not interested to talk to the press at this moment of time. Boys, ask Major Deepak to arrange a Sir. briefing immediately. I'll change and come. Jai Hind. വെൽ, സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം നൗ ഓൺവേർഡ്സ് യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ. സോ ടേക്ക് ഓൺ. Thank you, sir. Sit down, boys. എല്ലാരും ഉണ്ടല്ലോ. ശ്യാമി അഭിയ. ഓക്കെ ബോയ്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നവരെ പിടിക്കാനാണ്, കൊല്ലാനല്ല. ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ LTT ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുക, അതാണ് അവരുടെ രീതി. വി ആർ ട്രെയിൻ ടു കിൽ ആൻഡ് ദേ ആർ ഓൾസോ ട്രെയിൻ ടു കിൽ. പക്ഷേ അവർ മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ്, അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. സോ ദിസ് ഈസ് ദെയർ സൂയിസൈഡ് വെപ്പൺ, സൈനൈഡ് ക്യാപ്സ്യൂൾസ്. അതുകൊണ്ടാണ് CBI പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത്. ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ്. പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടാകുന്ന മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡാക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ. സാബ്ജി, സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ? പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും? ഡോക്ടർ, യു ഗോട്ട് ദി ആന്റിഡോട്ട് വിത്ത് യു? യെസ് മേജർ. Then explain it. ഇതാണ് ആന്റിഡോട്ട്. സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം. So gentlemen, we have got 45 seconds. സൈനൈഡ് കഴിച്ച ഒരുത്തന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് we have only 45 seconds. ലോകത്ത് ആദ്യമായിട്ടാണ് സൈനൈഡ് കൊണ്ട് നടക്കുന്നവരെ ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടുന്നത്. So we should be proud of this operation. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. Even at the cost of our life, we should protect the pride of our country. That's all for the day. And one more thing. There is no uniform in this operation. Get charged. നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ അറിയാവുന്നത്? അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ. ആ വീട് ആദ്യം വാടകയ്ക്ക് എടുത്തത് ഒരു ചെറുപ്പക്കാരിയാ, നളിനി. അവര് അടയാറിലാണ് ജോലി ചെയ്തിരുന്നത്. ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നറിയോ? അതറിയില്ല സർ. ഇവിടെ വന്നപ്പോ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാ? അത് പറഞ്ഞിട്ടില്ല സർ. കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടെ വന്നു പോവാറുണ്ടായിരുന്നു. ദാസ് എന്ന അവന്റെ പേര്. ഈ വനിതാ പോലീസിന് അടുത്ത് നിൽക്കുന്നവരാണോ നളിനിയും ദാസും? അല്ല, നളിനി വെളുത്തിട്ടാ. ആ സർ, ഇതാ നളിനി. Who is this? എനിക്കിവരുടെ പേരറിയില്ല. ഈ രണ്ടുപേരും ആ സംഘത്തിലുണ്ടായിരുന്നു. പിന്നെ സാറേ, ആ ജംഗ്ഷനിലെ ദണ്ഡപാണിയുടെ ബൂത്തിൽ നിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ അവിടെ നിൽക്കായിരുന്നു. പിന്നെ സാറേ, അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു. കാണിച്ചു തന്നാലല്ലേ? 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നല്ലേ? സർ, DSP ശിവാജിയാണ്. സർ, മേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സർ. സർ, ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന്റെ കയ്യിൽ 2 വയർലെസ് കോഡ് ഷീറ്റുകൾ ഉള്ളതായി അവിടുത്തെ മാനേജ്മെന്റ് വിളിച്ചു പറഞ്ഞു. ആ സ്ത്രീ അത് ഒളിപ്പിക്കാൻ വേറെ നേഴ്സിനായി കൊടുത്തതാ. ആ നേഴ്സിന്റെ മകൻ ഭാഗ്യനാഥന് സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സർ. ആ പ്രസ്സിൽ LTTക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഈസ് എ LTT സിംബൈസർ. ഓക്കെ സർ.
பெருசு கார்னர் நீங்க தானே? ஆமாங்கய்யா, என் பையன் தான். எங்க இந்த எல்டிடி பிரிண்டிங் எல்லாம் கான்ட்ராக்டா? அவனுக்கு தான் தெரியும். எங்க அவன்? வெளியே போயிருக்கா. சிவா, ஐ திங்க் ஹி இஸ் நாட் ஹியர். நர்ஸ் வேலையும் பார்த்துட்டு பிரஸ் வேலையும் பார்க்குறீங்களா? இந்த மெஷின் கொஞ்சம் ஆஃப் பண்ணுங்க. പിടിച്ചാ മതി, അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർത്ഥിപൻ സാറിന്റെ പ്രത്യേക ഓർഡർ ഉള്ളതാണ് 3rd ഡിഗ്രി എടുക്കേണ്ടതെന്ന്. നോ, ഐ നോ വാട്ട് ഐ ഡു. സാർ നടക്കണം അങ്ങോട്ട്. മിസ്റ്റർ സലീം അലി, യാ, പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനന്മാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് ഹാറ്റ് മാർക്കേഴ്സ്. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് സൈറ്റ്. വാട്ട് ഹാപ്പൻഡ്? CBI സാറേ, ചെറുവിരലിലും പെരുവിരലിലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നിങ്ങൾക്കുള്ളൂ. നെഞ്ച AK-47 ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരാ ഞങ്ങള്. ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ. நீ தானா பாக்யநாதன்? ஆமா சார். இவங்க யாரு? அது என் தங்கச்சி நளினி சார். கூட இருக்கிறது சுபா. இது தனு. உண்மையான பேரு அன்பு சார். அப்போ நளினி வீட்டுல அடிக்கடி ஒரு தாசு வந்துட்டு போறேன், அவன் யாரு? அவன் தாஸ் அல்ல, முருகன் சார். அது சரி, அப்படியா? அப்ப இவன் சிவரசு. அவருக்கு ரகுவர என்று பேரோடு இருக்கு. குரூப்பில் எல்லாரும் ரகுவண்ணான்னு கூப்பிடுவாங்க. ஓ, அப்போ இவங்க எல்லாம் இப்ப எங்க இருக்கு? சிவரசரும் சுபாவும் எங்க இருக்குன்னு தெரியாது சார். ஆனா நளினியும் முருகனும் திருப்பதிக்கு போறாங்க. சிவாஜி, ட்ரை இட் அவுட். ஹலோ. ஆமா சார். ஆமா ஒரு நிமிஷம் சார். இட்ஸ் கால் ஃப்ரம் ட்ரிச்சி. முருகன் நளினி பத்தி பேசுறாங்க. ஹலோ சார். சார், நான் உங்க விளம்பரம் பார்த்தேன் சார். நல்லி முருகனும் சேர்ந்து நேற்று திருச்சி இருந்து விழுப்புரத்துக்கு பறக்க போயிருக்காங்க சார். அவங்க அம்மா வீட்டு தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸுக்கு பஸ் ஏறிட்டாங்க சார். இப்ப வெள்ளுவிரமா? സാർ, തിരുപ്പതിയിൽ നിന്ന് അവർ രണ്ടുപേരും നേരെ പോയത് ട്രിച്ചിക്ക, നളിനിയുടെ ഒരു പഴയ ഫ്രണ്ടിന്റെ വീട്ടില്. എന്തോ സംശയം തോന്നിട്ട് അവരവിടെ ഒന്ന് മുങ്ങി. അവർ സേതാപേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ഫാക്കൽറ്റിയും വില്ലുപുരത്ത് നിന്ന് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവർ രണ്ടുപേരും ഓട്ടോ നമ്പർ TMC 180 കയറിയിട്ടുണ്ട് സാർ.
பால் வாங்கிட்டு வந்துடுறோம்மா. சரி. தள்ளே கௌரி. சரி சார். நீங்க நல்லி தானே? வண்டி விட. I've been tolerating you for so long. Amoth, Sir. problem is your language. I will take care of it. உன்னை சொல்ல வைப்ப முடியுமான்னு நான் பார்க்கிறேன். சிரிப்பு வருதா? 4 மணி நேரமா டைம் வேஸ்ட் பண்ணிட்டே இருக்கேன். வேண்டாம் சிரிக்கா. ஏன் ஒதுக்குறவன் நிறுத்திட்டீங்க? கொலை பண்ணுங்க, கொலை பண்ணுங்க. முடியல, உங்களால முடியல. கொடுங்க, அந்த குப்பியை கொடுங்க. என்ன நானே தற்கொலை பண்ணிக்கிறேன். பேச மாட்டேன், நான் பேச மாட்டேன், நான் பேச மாட்டேன். என்ன பண்ணா சரி. മേജർ, മുരുകന്റെയും നളിനിയുടെയും മെഡിക്കൽ റിപ്പോർട്ടാണത്. டே, நீ பேசவில்லைன்னா உன் பொண்டாட்டி வச்சு பேச வைப்பேன். நீ திருப்பதி போய் விவாகம் பண்ணி விஷயம் எல்லாம் எனக்கு தெரிஞ்சு போச்சு. யார் சொன்னா கல்யாணம் பண்ணானே? யார் சொன்னா? திஸ் இஸ் பாசிட்டிவ் மேஜர். எனக்கு அவளுக்கு எந்த சம்பந்தமும் கிடையாது. யார் சொன்னா அவளை கல்யாணம் பண்ணானே? யார் சொன்னா அவன் என் பொண்டாட்டின்னு? அவன் பொண்டாட்டி இல்லைன்னா வயத்துக்குள்ள இருக்கிற கொண்ட கப்பை ஏறான். உன்னை சொல்ல வைப்பேண்டா. சார் ஒரு மினிட். സാർ, he will speak. Give me a chance. ഡോ, തന്റെ കമാൻഡോ മുറിയൊന്നും എടുക്കല്ലേ. We are not supposed to manhandle. I know, sir. Leave to me. All right. Sir. ஏய் எந்திரி எந்திரி எந்திரி, உள்ள வா உள்ள வா. സർ, ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും. Then നമ്മൾ എന്ത് ചെയ്യും? He is not talking. சொல்லு. இல்லையா கடவுள்கிட்ட சொல்ல சொல்லு. 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 ஏன் அந்த பொம்பளை போட்டு அடிக்கிற? சொல்லு. இதுக்கு அவளை சுத்தரவு பண்ற? நிப்பாட்டு சொல்லு. உனக்கு என்ன தெரியணும்? உங்களுக்கு என்ன தெரியணும்? நிப்பாட்ட சொல்லு. நான் பேசுறேன், நான் பேசுறேன், நான் பேசுறேன். நிப்பாட்ட சொல்லு. அடிக்கிறேன். ശ്യാം, ശിവയോട് നിർത്താൻ പറ. சொல்லு. 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 அடிக்க வேண்டாம். संजीव, Yes. वो बोलना शुरू किया है. Thank you, Shanti. Thank you very much. இட்ஸ் ஓகே சார். நான் எல்டிடியோட எக்ஸ்ப்ளோசிவ் எக்ஸ்பர்ட். இன்டெலிஜென்ட் குரூப்ல இருந்தோம். நாங்கள் 4 பேரும் ராஜீவ் காந்தியை கொல்றதுக்காக யாழ்ப்பாணத்தில் ஒன்று சேர்ந்தோம். நானும் சிவரசனும் பேபி சுப்பிரமணியமும் எங்களோட இந்தியன் சப்போர்ட்டர் முத்துராஜும். நான் முதலே வந்துட்டேன் பிப்ரவரி மாதம். அதுக்கு பிறகு சிவரசங்க வந்தார். ஆபரேஷனுக்கான எல்லா ஏற்பாடையும் செஞ்சு போட்டு தனுவையும் சுபாயையும் கூட்டி வரதுக்கு இலங்கைக்கு திரும்பி போனாரு.
ஆபரேஷனுக்கு போறதுக்கு முதல் கரும்புலியான தற்கொலை போராளியோட எங்களோட தலைவர் ஒரு விருந்து வச்சு அவர்களோட போட்டோ எடுக்கிற ஒரு நிகழ்வு நடக்கும். அதுக்காக தனுவும் தலைவரை சந்திச்சா. தலைவர் தனுவுக்கு எங்களோட போராட்டத்தை பத்தி விளக்கம் கொடுத்தவர். இது முக்கியமான திட்டம். எங்கட மக்களுக்காக ஒரு பெரிய வரலாற்று கடமையை நீ செய்ய போறாய். வீர மரணமான மாவீரர்கள வரிசையில் 1 பேர் முதலிடத்தில் இருக்கும். இனி நீ இந்த மண்ணில் இருக்கிற ஒவ்வொரு குடும்பத்திலேயும் பிள்ளையாயிருப்பாய். இனி ஒன்று அம்மா அப்பாவுக்கு நீ மட்டும் பிள்ளை இல்லை. இயக்கத்தில் இருக்கிற ஒவ்வொரு போராளியும் அவரோட பிள்ளையாயிருப்பான். நீ எந்த சங்கடமும் இல்லாம இலக்கு நோக்கி போ. நாங்க எல்லாரும் உனக்கு பின்னால வந்துட்டு இருப்போம். பாரம்பரியமும் தனது அடையாளமும் உள்ள எங்களுக்கு இங்க மாறி மாறி வர சிங்கள அடக்குமுறையாளர்களோட கொடுமைகளை எதிர்த்து நிற்கிறது மாத்திரமில்லை, புற சக்திகளோட அடக்குமுறைகளுக்கும் திருப்பி அடிப்போம் என்று சொல்றதுக்குத்தான் இந்த மிஷன். IPKF கப்பலில் வச்சு சயனைடு கழிச்சு மறிக்கேண்டி வந்த எங்கட மாவீரர்களோட வீரத்தியாகம் ஒன்ற மனசில் இருக்க வேணும். தாக்குதல் வெற்றியடைய போற அந்த தேதியை குறிக்கிறதுக்காக நினைவுக்கல் காத்திருக்கு. புலிகளின் தாகம், தமிழீழ தாயகம். சிவராசன் தலைமையில் 9 பேர் யாழ்ப்பாணத்திலிருந்து இந்தியாவுக்கு புறப்பட்டவை. மே மாதத்தில் நாங்கள் இவங்க எல்லாரையும் வேதாரண்யத்தில் ரிசீவ் பண்ணிட்டோம். டார்ச். கொடுங்க. சாந்தா, இங்கே சேஃபாக இருக்கு, வாங்க. சரி என்ன, வரோம். கொடுங்க. தம்பிண்ணா, இங்கே வாங்க. இதில் 5 கிலோ கோல்டு இருக்கு. ஒரு 10-15 லட்சம் தேரும். வேகமாக பணத்துக்கு ஏற்பாடு செய்யுங்க. சரி, ஏற்பாடு பண்றேன். டிக்சன், வாங்க. நீங்க கோயம்புத்தூர் ஆபரேஷனுக்கு ஏற்பாடு செய்யுங்க. சரி. திருச்சி சந்தனிட்ட நாளைக்கு என்ன கான்டாக்ட் பண்ண சொல்லுங்க. கரெக்டாக கம்யூனிகேஷன் கிடைக்க வேணும். சரி, ஓகே. சரி. அன்றைக்கு அங்கே தங்கி இருந்துட்டு நாங்கள் மெட்ராஸ் வந்தோம். சிவரசனும் சுபி இப்ப எங்க இருக்கே? ஆபரேஷன் முடிஞ்சதுக்கு பிறகு ரகு அண்ணா என்னை பார்க்கறதுக்காக பாக்கிநாதன் வீட்டுக்கு வந்தார். அதுக்கு பிறகு எங்களுக்குள்ள எந்த தொடர்பும் இல்லை. தம்பி அண்ணன் எங்க இருக்கே? எனக்கு தெரியாது. வேதனத்திலே உங்களுக்கு யார் ஹெல்ப் பண்ணாங்க? சண்முகம். எப்படி? கோயம்புத்தூர்ல தயாரிச்ச எக்ஸ்ப்ளோசிவ்ஸ் எல்லாம் யாழ்ப்பாணம் கொண்டு போறதுக்காக சண்முகத்தின் ஹெல்ப்போட வேதாரண்யத்தில் தான் வச்சிருந்தோம். இந்த இடத்துல தானே அங்க. இங்கதான் சார், இங்கதான். Denny? Sir. Sham? हाँ साहब जी. Dig it out. Be careful. ठीक है सर. I think we'll have to excavate more. Boys, be careful. Sir. Look at the amount of explosives. Hey, நம்பிக்கை துரோகி, நீ ஒரு நாள் இந்த மாதிரி வேலை செய்வன் நினைச்சு கூட பார்க்கடா நாயே. ஏன்டா படுபாவி, அந்த நல்ல மனுஷனை கொல்றதுக்காக நீ உடந்தையா இருந்தல்ல, உன்னை கடவுள் விட மாட்டாரா? നീ நல்லா இருக்க. ഷൺമുഖത്തിന്റെ മാമനാണ് ഇയാളും. ചെറിയൊരു സ്മഗ്ലറാ. നമ്മളിപ്പോ കസ്റ്റഡിയിലെടുത്തതാ. உன்னை இதுக்கு தானே நான் வளர்த்தேன், இதுக்கு தானே. ஐயோ, என் குடும்ப பாடத்தை குழி தோண்டி புதைச்சிட்டியடா. நீ நல்லா இருக்க மாட்டேன், நாசமா போயிடுவேன். நீ உருப்பட மாட்டடா. இதுக்கு பதிலா நீ செத்து தொலைச்சிருக்கலாம்டா. நீ உருப்பட மாட்டேன், சத்தியமா சொல்றேன், நீ உருப்பட மாட்டேன். நாசமா போயிடுவேன்.
அந்த நல்ல மனுஷனை கொல்றதுக்காக நீ உடந்தையா இருந்தல்ல, நீ நல்லா இருக்க மாட்ட, நாசமா போயிடுவேன். என்னடா சண்முகம், உனக்கு சாப்பாடு இறங்கலையா? வயிறு நிறைஞ்சிடுச்சு சார். உனக்கு போலீஸ் ஸ்டேஷன் சாப்பாடுலாம் பிடிக்காது, இதெல்லாம் பண்ணதுக்கு யோசிக்கணும் நீ. எல்டிடி உதவி செஞ்சு சம்பாதிச்ச காசு தானே. பாரு ராஜீவ்காந்தி கேஸ்லயும் மாட்டிக்கிட்டேன். சார் கொஞ்சம் தண்ணி. அங்க இருக்கும் பாரு போ. என்னயா டெய்லி இந்த நைட் டியூட்டி தானா? என்ன பண்ணி தொலைக்கிறது? யாரையா பார்த்தது? இவன் தான் சார். இங்க வாங்க. நீ தான் பார்த்தியா? ஆமாய்யா. நைட் டியூட்டி யார் பார்த்தது? நான் தான் சார். நைட்டு சாப்பிட்டு தூங்கியாச்சா? லோக்கல் பிரச்சனை இல்லையா இது? சிபிஐ பிரச்சனை. அங்கிருந்து டெலிபோன் மேல டெலிபோன் அடிச்சிட்டு இருக்கானுங்க. தலையெழுத்து தலையெழுத்து தலையெழுத்து. பாடி இறக்கிட்டு ஃபார்மாலிட்டிஸை முடிச்சுட்டு வந்து தொலைங்க. What the hell is happening in this case? How come Shanmugam committed suicide? Tell me. സർ, അത് ലോക്കൽ പോലീസിന്റെ അനാസ്ഥയാണ്. I don't take excuses. You must know that. Tell that DIG Raju. He must submit his detailed report immediately on this case. സർ, സർ, ട്രിച്ചിയിലെ ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഭാസ്കരൻ എന്നൊരാളെ പൊക്കിയിട്ടുണ്ട്. ശിവരസൻ താമസിച്ചിരുന്ന വീട് എവിടെയാണെന്ന് അയാൾക്കറിയാം. എവിടെയാണത്? കൊടുങ്ങല്ലൂരിലെ എവരിഡേ കോളനി. ഓക്കെ, ഞാൻ ശിവി അങ്ങോട്ട് മൂവ് ചെയ്യാം. സർ. ആ കാണുന്ന വീടാണ് ശിവസാർ പറഞ്ഞത്. വാ. ஐயா, இங்க கான்ட்ராக்ட் ஆருங்க. அது அங்க இருக்கிறார் பாருங்க. யோ, என்ன வேணும்? இங்க வா. ஐயா, ஏதாவது வேலை விடுங்க ஐயா. வேலையா? ஆமா சார். என்ன வேலை தெரியும் உங்களுக்கு? என்ன வேலை வேணாலும் பண்ணலாம் சார், சம்பளம் தான் முக்கியம். ஓஹோ, கேரளாக்காரங்களா? ஆமா சார். முதல்ல எல்லாரும் அப்படிதான் சொல்லுவாங்க. சரி சரி, டேய் சுந்தரம், 2 பேரையும் மேல சித்தால் வேலைக்கு போடுறா. போ போ. அந்த வீட்டுக்குள்ள எத்தனை பேர் இருக்காங்க? சார், ശിവരാസൻ ഇങ്ങ தான் தங்கி இருந்தாரு. ஆனா இப்ப உள்ள யார் இருக்கான்னு தெரியாது சார். ഈ ശിവരസനെ പേഴ്സണലായിട്ട് എനിക്കൊന്ന് കിട്ടാൻ വഴിയുണ്ടോ? അയാളെ പിടിച്ചു കഴിഞ്ഞ് തനിക്ക് തന്നേക്കാം. എന്നിട്ട് കൊണ്ടുപോയി വളർത്തിക്കോ. അയാൾക്കൊരു കണ്ണ് കണ്ടുകൂടാ. ആ കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് തൂക്കിക്കൊല്ലാം. സലീം അലി സർ, ഇയാളെ ആരെടോ ശിവറാം ഗാങ്ങിന്റെ ഡോക്ടറാക്കി വെച്ചത്? மீனா, இங்க வா. செங்கல்ல எடுத்து போய் ஓரம் வை. போ, சீக்கிரம் போ. நிக்காதீங்க, போங்க போங்க. ஏய், இங்க வாங்க. இந்த மூட்டை எடுத்துட்டு மேல கொண்டு போங்க. ഞാൻ മോളിൽ പോയി നോക്കാം, നീ സൈഡ് നോക്കിയോ. ശരി. ஏய், என்னங்க வேடிக்கை பார்த்துட்டு? கொஞ்சம் சீக்கிரம் வாங்கடா. அதெல்லாம் எடுத்து அந்த பக்கம் வைங்க. சீக்கிரம் ஆகட்டும். സിറ ക്യാരി ഓൺ. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? Then confirm it and let me know. ബാക്ക് ഡോർ കൂടെ കയറാം. ബ്ലാസ്റ്റ് ചെയ്യാതെ കയറാമോ? ഓവർ. വി ക്യാൻ മാനേജ് ഇറ്റ് സർ. റൈറ്റ്. Go to the back door and wait. I'll join you. Out. റോജർ സർ. മൂവിംഗ് ഫ്രം സൈഡ് സർ. நீங்க என்ன பண்றீங்க? டேய், என்ன பண்றீங்க? டேய் நில்ல. டேய் சொல்லில சுட்டுடுவேன். பத்தாதே உட்காருங்க. ஐயோ கடவுளே.
രാജ് സാർ ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറി സെർച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരും ഇങ്ങോട്ട് വരണ്ട ഔട്ട്. Search. Sir. Pick it up. Pick it up. Open. Sir. Take it. No, the other one. Wait. ഇത് ശിവരസന്റെ ആർട്ടിഫിഷ്യൽ കണ്ണാണ്. ദാറ്റ് മീൻസ് അതിലൂടെ തന്നെ കാണും. Take him. நான் ஒன்றும் பண்ணல சார். சார் எனக்கு ஒன்றும் தெரியாது சார். உன் மாமனார் பாஸ்கரன் எல்லாமே என்கிட்ட சொல்லியாச்சு. வா சொல்லுடா. நீ ரகுவண்ணான்னு கூப்பிடுற சிவரசன் எங்கே? அவரு ஆப்ரேஷன் முடிஞ்சதுக்கு அப்புறம் 2 வாட்டி இங்கே வந்திருக்கு சார். வயர்லெஸ்ல யாழ்ப்பாணத்துக்கு காண்டாக்ட் பண்றதுக்காக. உங்களுக்கும் சிவரேசனுக்கும் என்ன கனெக்ஷன்? என்னை ரகுவண்ணன் தான் இலங்கையிலிருந்து அகதியாக அனுப்பினாங்க சார். எதுக்காக அனுப்புறாங்க? அவங்களுக்கு ஆப்ரேஷன் பண்றதுக்காக இங்கே ஒரு சேஃபான இடம் தேவைப்பட்டது. அவர் தனியாக வந்தா யாரும் இங்கே இடம் கொடுக்க மாட்டினோம். அவன் இப்ப எங்க இருக்கா? நமக்கு ஒன்றும் தெரியாது சார். பிளாஸ்டுக்கு 2 நாள் முன்னால எல்லாரும் இங்கேருந்து கிளம்பிட்டாங்க. பாக்கி எல்லாம் நளினிக்கு மட்டும்தான் தெரியும் சார். இத பாருமா, நீ ஒரு கர்ப்பஸ்திரிங்கிறனால தான் நாங்க யாரும் உன்னை டார்ச்சர் பண்ணாம இருக்கோம். ஆனா உனக்கு எல்லா உண்மையும் தெரியுங்கிறது எங்களுக்கு தெரியும். மறைக்காம எல்லாத்தையும் சொல்லிடு. முருகண்ணா கூட சேர்ந்ததுக்கு அப்புறம் தான் அவங்கள பத்தி எனக்கு தெரிய வந்தது. இலங்கையில் தமிழர்கள் அனுபவிக்கிற வேதனையை பத்தி எனக்கு சொன்னது முருகண்ணா தான். ராஜீவ்காந்தி சமாதானத்துக்காக அனுப்பின IPKF தமிழருக்கு நரக வேதனை தான் கொடுத்தாங்கன்னு கேட்டப்போ எனக்கு அவர் மேலே வெறுப்பு தான் வந்துச்சு. அவரை கொலை பண்ணுறதுக்கு தான் வந்திருக்கோன்னு முருகண்ணா எனக்கு லேட்டாக தான் சொன்னார். நாங்கள் ஒரே குடும்பம் மாதிரி தான் எங்கள் வீட்டில் ஒன்றா இருந்தோம். கொஞ்சம் கொஞ்சமாக எங்களுக்குள்ள ஒரு ஆழமான உறவு மலர ஆரம்பிச்சது. முருகண்ணனும் ரகுவண்ணனும் சேர்ந்துதான் சுபாவையும் தனுவையும் வில்லிவாக்கத்தில் இருக்கிற எங்கள் வாடகை வீட்டுக்கு கூட்டிகிட்டு வந்தாங்க. அப்பதான் VP சிங் மெட்ராஸ்க்கு எலெக்ஷன் பிரச்சாரத்துக்காக வந்திருந்தாரு. அவருக்கு மாலை போட தனு சுபா கூட என்னையும் கூட்டிட்டு போயிருந்தாரு. ராஜீவ்காந்தியை கொலை பண்றதுக்கு ஒரு ட்ரைனிங் தான் அது. அதுக்கப்புறம் ராஜீவ்காந்தியை கொலை பண்றதுக்கு 3 நாள் முன்னாடியே எங்க வீட்டுல தனுவை வச்சு ஒரு ரிஹர்சல் பண்ணணும். நீ சரித்திரம் படிக்க போற. வலிக்குதா நீ? பின்னாடி இருக்கிறது ஃபர்ஸ்ட், முன்னாடி இருக்கிறது லாஸ்ட். புரிஞ்சுதா? சரியா ஞாபகம் வச்சுக்கொள்ளு. பின்னால இருக்கிற சுவிட்ச் ஃபர்ஸ்ட்ல, முன்னால இருக்கிறது லாஸ்ட்ல. தெரியும்ண்ணா. பின்னால இருக்கிறது ஃபர்ஸ்ட்ல, முன்னால இருக்கிறது லாஸ்ட்ல. சரியா? ஓகேவாண்ணா? பின்னால இருக்கிறது, முன்னால இருக்கிறது. என்ன வெடிக்கலேண்டா? செய். இல்ல வெடிக்கல. என்ன இந்த முல்லைப்பூ வாசமே இல்லையா? சம்பவம் நடந்த நாள் நாங்கெல்லாம் சேர்ந்து கிளம்பினோம். பெரியவர்களே, தாய்மார்களே, இப்பொழுது நமது தலைவர் அன்பு தலைவர் ராஜீவ்காந்தி அவர்கள் இன்னும் வரவேற்கிறார்கள். வந்து கொண்டிருக்கிறார்கள். அவரை வரவேற்கிற அனைவரும் மறுபடி
எல்லாரையும் இந்திரா காந்தி சிலைக்கு கீழே வர சொல்லி சிவராஜ் அண்ணா சொன்னாரு. அதுக்கப்புறம் எங்களை கேலரிக்கு போக சொல்லிட்டு அவங்க எல்லாரும் தனியா போயிட்டாங்க. வருக வருக என உங்கள் பாதத்திற்கு கேட்டுக் கொள்கின்றோம். ஆங்காங்கே இருக்கும் பெரியவர்களே, தாய்மார்களே, இளைஞர்களே, வந்து நம்முடைய தலைவர் அவர்களை வரவேற்கிற அலைகடல திறந்து வாரி மாறின மண்போடு பாதத்தோடு வளைக்கின்றோம். இவங்க லதா கண்ணன் பார்ட்டி மெம்பர். இது இவங்களோட பொண்ணு கோகிலா. லதாவோட அப்பா எழுதின கவிதையை கோகிலா மொழி மாற்றம் பண்ணி ராஜீவ்காந்தி ஐயாவுக்கு அமைச்சிருக்காங்க. ஐயா வரும்போது இந்த கவிதையை படிக்கிறதுக்கு எப்படியாவது ஒரு வாய்ப்பு வாங்கி கொடுங்க. அப்படியே ஐயரே, நீங்க மட்டும் வாங்க சார். லதா மேடத்துக்கு ரொம்ப வேண்டப்பட்ட பொண்ணு. லிஸ்ட்ல அந்த பொண்ணோட பேரை சேர்த்துருங்க. ரெட் கார்பெட் ஏரியால எத்தனை பேர் நிக்கிறீங்க? 93 ஜென் சார். ஓகே ஃபைன். கிளியர் தி லிஸ்ட் அண்ட் ஸ்கூட்டரைஸ் எவரிபடி வித் பெட்டர் ரேட். ஓகே ஓகே சார். வருங்கால இந்தியாவை வளராத ராஜீவ் காந்தி. கொஞ்சம் டிஸ்டன்ஸ் விட்டு நில்லுங்க, தெளிவாக இருக்கணும் ஃபோட்டோஸ். தூரப்போ, முன்னால இருக்கிற சுவிட்ச் ஆன் பண்ணியாச்சு. தூரப்போ. സാറിന് പിന്നെ നേരത്തെ അറിയോ? ഓ യെസ്, അവന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ആർമിയിൽ ചേരണമെന്ന്. ബട്ട് നോ ലക്ക്. ചേരാൻ പറ്റിയില്ലെങ്കിലും ആ ത്രില്ലിൽ തന്നെയാണ് അവൻ ഈ ഹാം ഓപ്പറേറ്റിംഗ് നടത്തുന്നത്. ഈസ് ബ്രില്യന്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക്. ഡാനിഷ് സർ, ഇതാണ് മേജർ ശിവറാം, ഈ ഓപ്പറേഷന്റെ ചീഫ് കമാൻഡർ ഫ്രം ദ കമാൻഡോസ്. സർ, മെഡ്രാസിൽ നിന്ന് ഒരു അൺഓതറൈസ്ഡ് വയർലെസ് സ്റ്റേഷൻ ജാഫ്നയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൺഫേംഡ് ഇൻഫർമേഷൻ ആണ് സർ. ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ആൽഫ ന്യൂമറിക് കോഡ്. I am still trying to decode that rock station. Okay, try it. Sir. Highly sophisticated equipments ആയിരിക്കും അവർ ഉപയോഗിക്കുക. Very similar to the Kashmiri militants. മാത്രമല്ല LTTയുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനായിരിക്കും ഇതിനെ നിയോഗിക്കുക. ശരിയാണ് സർ. അതിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരുടെ ഫ്രീക്വൻസി ജമ്പ് ചെയ്ത് പോവുകയാണ്. ഡാനിഷ്, അവരുടെ ഈ ഇല്ലീഗൽ സ്റ്റേഷൻസിന്റെ പരിധി അറിയാൻ മറ്റേതെങ്കിലും മാർഗമുണ്ടോ? ഷുവർ സർ. അവരുടെ സ്റ്റേഷൻ ഓപ്പൺ ചെയ്താൽ തൊട്ടടുത്ത വീടുകളിലെ ടിവികളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാജു സർ, ടിവിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അത് ഉടനെ നമ്മളെ അറിയിക്കാൻ மீடியில் ஒரு நியூஸ் கொடுக்கும். ஒரு முக்கிய அறிவிப்பு. உங்களது தொலைக்காட்சியில் அடிக்கடி ஏதேனும் தடங்கள் ஏற்பட்டால் உடனே மல்லிகையில் உள்ள SIT அலுவலகத்திற்கு தொடர்பு கொள்ளவும். ആതിര, ഷീ ഈസ് എ ബ്രില്യന്റ് ക്രിപ്റ്റോളജിസ്റ്റ്. LTTയുടെ കമ്മ്യൂണിക്കേഷൻ കോഡുകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത് ഇവളാണ്. ശിവ, യു നോ
രാജീവ് ഗാന്ധിയെ മദ്രാസിൽ വെച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ വെച്ച് വധിക്കാനായിരുന്നു പ്ലാൻ. ഷി വാസ് സപ്പോസ് ടു ഡു ദാറ്റ്. ഇവളിപ്പോ ഇന്ത്യ ഗവൺമെന്റ് അസൈലം കൊടുത്ത വരദരാജ പെരുമാളെ ഭോപ്പാലിൽ വെച്ച് വധിക്കാനായി മദ്രാസിൽ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൽ പോകുമ്പോൾ നമ്മുടെ ടീം ഫോളോ ചെയ്ത് പൊക്കിയതാണ്. She is here now. How much do you worth? What? How much do you worth? You cannot buy me. அந்த வீடு எங்க இருக்கு? நீங்க எல்லாம் சேர்ந்து தங்கிட்டு இருந்த அந்த வீடு எந்த இடத்துல இருக்கு? சொல்ல. எனக்கு அது எங்க இருக்குன்னு தெரியாது. அந்த வீட்டுல சிவரசன் உங்க கூட இருந்தானே? சிவரசன் அடிக்கடி வந்து போறவர். சாந்தன் மட்டும்தான் எங்களோட கூட இருந்தவர். சாந்தன் யாரு? சிவரசனுக்கு சாந்தன் தான் முக்கியமான அசிஸ்டன்ட். அந்த வீட்டு ஓனர் யாருன்னு தெரியுமா? அவன் பேர் என்ன? அவரோட பேர் தெரியாது. அந்த ஓனரும் வைஃபும் பிள்ளைகளும் அங்கதான் தங்கி இருந்தவைகள். பிள்ளைகள் பேர் தெரியும், தாமரை, சிவந்தி. அவங்க எந்த ஸ்கூல்ல படிக்கிறாங்க? தெரியாது. அவங்க ஸ்கூல் யூனிஃபார்ம் கலர் என்ன? അപ്പോ നീതാൻ ശാന്തൻ, LTTയുടെ ഇന്റലിജന്റ് വിങ് ഇൻചാർജ്. சிவரசனுக்கு வேண்ட உதவியெல்லாம் நீதான் பண்ணியிருப்பேன். அவனை பற்றி உனக்கு எல்லாமே தெரியும். சோ சொல்லுங்க. சிவராசனை 2 நாளைக்கு முன்னாடி நான் கண்டேன். ஆனா அவர் எங்க இருக்காருன்னு தெரியாது. அப்ப எவ்வளவு காலம் நீ அவர் கூட இருந்தாங்க? சிவராசன் இலங்கையில் எலக்ட்ரிசிட்டி போர்டில் வேலை செய்தார். பிறகு அவர் LTTயில் சேர்ந்தார். அவருடைய சொந்த பெயர் பாக்கியச்சந்திரன். எமது கைகளுள்ள ஆயுதங்களை மட்டும்தான் நாங்கள் நம்புகிறோம். எந்த சக்தியையும் நாங்கள் நம்பவில்லை. IPKF இலங்கையை விட்டு இங்க வந்த நேரம் EPRLF லீடர் பத்மநாபாவை கொலை செய்வதற்காகத்தான் என்னை இங்கே கொண்டு வந்தவர். நான் தான் அவைகளை பற்றி இன்ஃபர்மேஷன் கொடுத்தேன். பிறகு மட்ராஸில் வச்சு சிவராசன் அவையில சுட்டு கொலை செய்தார். அப்பவும் நாங்கள் பிடிபடலை. அதுதான் ராஜீவ்காந்தி தாக்குதலுக்கு எங்களை ரெக்ரூட்மெண்ட் செய்தினோம். சிவராசன் இப்போ எங்க போகிறதுக்கு சான்ஸ் இருக்கு அது எனக்கு தெரியாது. Tell Rehotan to collect all the information. Sir. It's ready. Sir. Then at Coimbatore information will convey it. Okay, sir. Alpha Fosira, come in over. Sir, madam മദ്രാസിലെത്തിയിട്ടുണ്ട്. ലക്ഷ്മണത്തിന്റെ വീട്ടിലാണ്. മോനെന്തോ അസുഖമാണത്രേ. എന്താ പറ്റി? അപ്പോ കുഴപ്പമൊന്നുമില്ല എന്തേ. അപ്പോ എന്താ? ഒന്നുമില്ല ശിവേട്ട. ഈവനിങ് ആയപ്പോ ടെമ്പറേച്ചർ ഒന്ന് കൂടി. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും. കുറച്ചു മുമ്പ് വരെ നല്ല ഉത്സാഹത്തിലായിരുന്നു. അപ്പോ അപ്പോ എന്താ ഡോക്ടറെ? പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യണോ? അപ്പോ അപ്പോ നിങ്ങളോടാ ഇപ്പൊ ഇങ്ങോട്ട്? ഡോക്ടർ, ഇയാളോ ഇവിടുത്തെ ഡോക്ടർ? എന്തെങ്കിലും ചെയ്യണോ? എന്താ 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 കുട്ടിക്ക് എന്താ ഉണ്ടായ? എന്താ ഉണ്ടായ? ഡോണ്ട് വറി ശിവ, ഡോണ്ട് വറി, ഡോണ്ട് വറി. നിന്നെ എന്നൊക്കെ പറയണം. നിനക്ക് ഇപ്പോൾ അവിടെ വേണം കാര്യം. അപ്പോ അപ്പോ മോനെ ദാ സർ, അവരുടെ വയർലെസ് സ്റ്റേഷൻ വീണ്ടും സൈൻ ആയിട്ടുണ്ട്. ശിവരസൻ അല്ല സംസാരിച്ചത്, അവരുടെ വയർലെസ് ഓപ്പറേറ്റർ ഡിക്സൺ ആണ്. കോയമ്പത്തൂരിൽ നിന്നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. എന്താ നീ? രാജ സാർ ഓൺ ദ ലൈൻ. സർ, ശിവ, ഇപ്പൊ തന്നെ കോയമ്പത്തൂർക്ക് പോകണം. വയർലെസ് ഓപ്പറേറ്റർ ഡിക്സന്റെ സങ്കേതം ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോ ടൈം ടു വേസ്റ്റ്. യു ഹാവ് ടു മൂവ് വിത്ത് യുവർ ടീം ഇമ്മീഡിയറ്റ്ലി. സർ, വി ആർ റെഡി സർ. വി ആർ ഓൺ ദ മൂവ് സർ. റോജർ. സർ. ശിവ, വാട്ട് ഹാപ്പൻഡ്?
അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഈസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഉണ്ടല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകണം. നീ ബി ഓൾ റൈറ്റ്. ഞാൻ പോട്ടെ. ചെന്നില്ലെങ്കിൽ അവിടെ കമാൻഡിന് ആരുമില്ല. നീ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം. പോട്ടെ. ഇതപ്പോ പപ്പയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഇന്ന് ശിവേട്ടന്റെ ബർത്ത്ഡേ. അവൻ സർപ്രൈസ് ഇത് തരാനിരിക്കുകയായിരുന്നു. थक गया साहब जी? नहीं हो सकता. थोड़ा पानी पियो. लो. देखो सिंपल सी बात है, लाइफ में पीछे वाला चीज को हमेशा आगे डालो. अब पीछे वाला टांग को आगे डालो, बस. पीछे वाले टांग को? या साबन नड़नो का. अब ये पीछे रह गया ना, ये पीछे रह गया. चलते जाओ. டிக்சன், இந்த வீட்டை போலீஸ் சுத்தி வளைச்சிருக்கு. மரியாதையா சரண்டர் ஆயிடு. உன் கூட்டாளிகளோட மரியாதையா வெளியில வா. டிக்சன். டிக்சன், இன்னொரு முறை எச்சரிக்கிறேன். இந்த வீட்டை போலீஸ் சுத்தி வளைச்சிருக்கு. மரியாதையா உன் கூட்டாளிகளோட வெளியில வா. என்கிட்ட சரண்டர் ஆயிடு. அதான் உனக்கு நல்லது. டிக்சன், உன்னோட கூட்டாளி விக்கி, ரகு ரெண்டு பேரையும் நாங்க கைது செஞ்சிட்டோம். அவங்க இப்போ எங்க கஸ்டடியில தான் இருக்காங்க. நீ தப்பிக்கலாம்னு மாத்திரம் கனவு காணாத. உன்னால இங்க இனிமே தப்பிச்சு போக முடியாது. மரியாதையா சரண்டர் ஆயிடு. சாரிடா. அண்ணா எதுக்கு நான் சாரி சொல்றீங்க? எதுக்கு நான் கேக்குறேன்? எதுக்கு நான் கேக்குறேன்? என்கிட்ட பேச மாட்டேங்குது. என்கிட்ட பேச மாட்டேங்குதுடா. இந்த டிக்சன் கிட்ட பேச மாட்டேங்குதுடா. பேச மாட்டேங்குதுடா. என்கிட்ட பேசாத தேவையே இல்ல. மரியாதையா வெளியில வா. சாரிடா செல்லம், சாரி. நீ போய் ரெடி ஆகு. அண்ணா எங்கண்ணா போறது? லண்டன் போகணும்னு சொல்லியிருந்தல, நாம போலாம். அண்ணே நிஜமா தான் சொல்றீங்களா? போடா, போய் பேக் பண்ணு போ. உனக்கு கடைசியா ஒரு சந்தர்ப்பம். ஏன்டா லோட 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 கத்திட்டு இருக்க? போடா இங்க இருந்து. நான் கோரவள கடிச்சு துப்பிடுவேன். போடா இங்க இருந்து. பணம் தானடா வேணும்? தரேன்டா. இந்தாடா பணம். பணம் தானே வேணும். இங்க பாத்தியா? இந்த மாதிரி பேக் எடுத்துட்டு போ. போடா எடுத்துட்டு. போடா. நாய்களா. டேய். கொன்றுவனே. ஒரு ரூபா கூட என்கிட்ட இருந்து நீங்க வாங்க முடியாதுடா. 10 ரூபா பார்த்தா வாலாட்ற நாயே. பணத்தை பாறா. பாரு. வெளியில வா. கத்தாதடா. நான் வரேன்டா. நானே வரேன். என்னடா? அண்ணே பணத்தை எரிச்சிட்டீங்களே. நம்ம போற இடத்துக்கு பணமே தேவையில்லடா. ரெடி ஆயிட்டல? போய் அண்ணா சட்டை எடு. நான் உனக்கு 2 சீப்பு க்ளீன் பண்ணி வைக்கலாம்ல. அண்ணே சட்டை ரெடி ஆயிட்டா? ரெடி ஆயிடுச்சுண்ணே. எல்லாம் எடுத்து வச்சியா? அப்புறம் சாப்பாடு இருக்கா? பசிக்குதுடா. ஆமாண்ணே. சாப்பிடலாமா? சாப்பிடலாம். வா சாப்பிட்டுட்டு மெதுவா போ. சரிண்ணே. இன்னைக்கு சாம்பார் தானே? உனக்கு பிடிச்ச சாம்பார். பரவாயில்ல, இந்தா சாப்பிடு. ஆகாட்டு அண்ணா நீங்க சாப்பிடுங்கண்ணா. பரவாயில்லப்பா, உனக்கு சாப்பாடு விட்டு எவ்வளவு நாள் ஆச்சு. சாப்பிடு. இப்படி சாப்பிட்டாதான் விரைவில் அண்ணன் மாதிரி பெரிய ஆளாக இருக்கும். இந்தா சாப்பிடு, சீக்கிரம் சாப்பிடு.
அண்ணா நீங்களும் சாப்பிடுங்க. என்ன குணா, என்ன நடந்தது? அண்ணே தண்ணி அண்ணே. இங்க வா, நான் தூக்குறேன். எப்படி அண்ணா? 910 ஓவர்னு சொல்லுடா. 9 என்ன? முடியாது போங்கண்ணா. போதுமா? அண்ணே அண்ணே இந்த குப்பி எனக்கு எப்பண்ணே கிடைக்கும்? டேய், இதெல்லாம் உனக்கு வேண்டாம். குப்பி எங்கடா? இதோ இங்க இருக்குண்ணா. அண்ணா நாங்கள் எங்க போறோம்? உண்ட லண்டனுக்கு போறோம். அண்ணே என்ன கீழே விடுங்கோ, நான் தனியாவே போறேன். அண்ணே இந்த குப்பி எனக்கு எப்ப கிடைக்கும்? விக்சன், இனிமே நீ தப்பிக்க முடியாது. தப்பிக்கலாங்கிற கனவு காணாத. டேய் வாய மூடுடா முண்டா. கிரனேட் சைனட் கையில வச்சிட்டு கூத்தாட ஆடுற. ப்ளடி ஃபுட். பாய்ஸ் கவரிங் பொசிஷன் எடுக்க ஃபாஸ்ட். ശിവ, Sir, we commandos looking for a surprise element and that surprise element is lost. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? I have to look for the safety of my boys. I know, but the situation. I'll try to do something. Give me the wireless. All the hits, take position. Downside clear. Bravo in position. Roger, wait for my orders. மாவீரர்கள் மரிப்பதில்லை, விதைக்கப்படுகிறார்கள். புலிகளின் தாகம் தமிழீழ தாயகம். ശിവരസിനെ കുറിച്ച് പുതിയ അയാൾ ഡൽഹിയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ടൊക്കെ ഡെയിലി തിരിച്ചു മറിച്ച് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുണ്ടല്ലോ. I have nothing to tell you. ദാറ്റ് മീൻസ് യു ഫെയിൽഡ് ഇൻ യുവർ ഡ്യൂട്ടി. ഈ കേസിലെ പ്രധാന കണ്ണിയായ ഡിക്സൺ ആത്മഹത്യ ചെയ്യുകയും ഇതുവരെ ശിവരസിനെ പിടികൂടാതിരിക്കുകയും ചെയ്യുന്നത് SIT-യുടെയും പ്രത്യേകിച്ച് പ്രതികളെ ജീവനോടെ പിടികൂടാൻ ഉത്തരവാദിത്തപ്പെട്ട കമാൻഡോ ചീഫിന്റെയും പരാജയത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ഞങ്ങൾ ജീവനോടെ പിടിച്ചവരുണ്ട് കസ്റ്റഡിയിൽ. പിന്നെ പരാജയപ്പെടുത്താൻ യു ആർ ഓൾസോ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്. യു നോ, ഞങ്ങൾ അവരുടെ വയർലെസ് മെസ്സേജുകൾ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ചത് നിങ്ങളല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരവരുടെ വയർലെസ് സ്റ്റേഷൻ സൈൻ ഔട്ട് ചെയ്ത് പോയി. പത്രക്കാർക്ക് ശിവരശന്റെ വക പ്രശംസയും കിട്ടി. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് മാഡം ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാവണം, എങ്കിലേ അത് ഡ്യൂട്ടി ആവും. ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ ദുരന്തമുണ്ടായത്? സുരക്ഷാ പാളിച്ചയാണെന്ന് അലിഗേഷൻ ഉണ്ടല്ലോ. സുരക്ഷാ പാളിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരുന്നെങ്കിൽ വിമാനാപകടത്തിൽ വെന്തുമരിച്ച മകന്റെയും ഇപ്പൊ RDX എക്സ്പ്ലോഷനിൽ ചിഹ്നഭിന്നമായി ഇപ്പൊ ഈ മകന്റെയും അമ്മ സ്വന്തം സെക്യൂരിറ്റി ഗാർഡിന്റെ തന്നെ വെടിയുണ്ടേറ്റ് മരിക്കില്ലായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് നേരെ വെടിയുണ്ട ഉതിർക്കുന്നത്. സുരക്ഷാ പാളിച്ച. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. I just can't agree with that. കലാപം ഉണ്ടായപ്പോ സമാധാന കരാറിന് പേരിൽ ശ്രീലങ്കയിൽ ഇടപെട്ട് ഇന്ത്യയുടെ അൺഡിപ്ലോമസിയുടെ തിരിച്ചടി തന്നെയാ ഇപ്പോൾ ഈ ട്രാജഡിക്ക് കാരണം. നിങ്ങൾ പട്ടാളക്കാർ കുറച്ചുകൂടി ചരിത്രം മനസ്സിലാക്കുന്നത് നന്ന്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിൽ എല്ലാവരും സുഖമായിരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണിത്. അല്ലാതെ തൊളിവെടുത്ത സായിപ്പന്മാരുടെ കൂട്ട് അന്യരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ അരാജകത്വം ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല. രാവണനെ കീഴടക്കി ആ രാജ്യം കൈയടക്കുകയല്ല ചെയ്തത്. വിഭീഷണ അധികാരം കൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ചരിത്രം മാത്രമല്ല, കുറച്ച് പുരാണം കൂടി പഠിക്കുന്നത് നല്ലതാ ജേർണലിസ്റ്റുകൾ.
ஹலோ எஸ்ஐடி மெட்ராஸுங்களா? ஆ பேப்பரை பார்த்தேன். என் டிவில ஒரே டிஸ்டர்பன்ஸா இருக்கு. டிஸ்டர்பன்ஸ் இருக்கா? ஆமா சார். எந்த ஏரியா? ஹலோ பஸ் டிப்போ பக்கத்துல இருக்க கவர்மெண்ட் ஸ்கூல் சொல்லுங்க. டிவில உங்க நியூஸ் சரி அட்ரஸ் சொல்லுங்க. அப்படியா? வருது. என்ன பிரச்சனை தெரியல சார். ஓகே சார், எந்த ஏரியா? கரெக்ட் அட்ரஸ் மட்டும். கவர்மெண்ட் ஸ்கூல் இல்ல சார். அது பக்கத்துல இருக்க புஷ்பா நகர் 2வது தெரு சார். ஹலோ தெளிவா முருகன் பேசுறேன் சார். டிவில விளம்பரம் பார்த்தேன். டிஸ்டர்பன்ஸ் இருக்கா? என் வீட்டு டிவிலயும் கிரேன்ஸ் ஹலோ சார். இஸ் இட் எஸ்ஐடி? யா there is some problem in my TV sir. எந்த ஏரியாங்க? புஷ்பா நகர் வில்லுவா. ரெண்டு ஒரே ஏரியா. ചോറ് നല്ല ചൂടുണ്ട്. ജസ്റ്റ് മിസ്സായി. ദാറ്റ് മീൻസ് അവന്മാർ ഇപ്പൊ വിട്ടിട്ടുണ്ടാവുള്ളൂ ഇവിടുന്ന്. സാർ ഇന്നലെ കിട്ടിയ ടെലിഫോൺ നമ്പറിന്റെ ലിസ്റ്റ് ഒന്നുകൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ Shiva, we have finished that exercise. സാർ എക്സ്ക്യൂസ് മീ, വിൽ യു പ്ലീസ് ഗീവ് മീ പേഷ്യന്റ് ലിസണിംഗ്? സാർ ഞാൻ പറഞ്ഞു വരുന്നത്, കോയമ്പത്തൂർ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഡിക്സന്റെ സുഹൃത്തുക്കളിൽ വിക്കി പറഞ്ഞത് LTTയിലെ വൂണ്ടഡ് കേഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലേക്കാണെന്ന്. Yes. സാർ, ശാന്തനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ശിവരശനും ശുഭയും നെരുവും ഒരു സുരേഷ് മാസ്റ്ററുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാർ, സുരേഷ് മാസ്റ്റർക്കാണ് ഇഞ്ചുവേർഡ് കേഡേഴ്സിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ചുമതല. മാത്രമല്ല, കൊടുങ്ങയൂരിൽ നിന്ന് കിട്ടിയ STD ബില്ലിൽ ഒരു ബാംഗ്ലൂർ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് മീൻസ് ഈ നമ്പർ സുരേഷ് മാസ്റ്ററുടേതാകാം. ശിവരശൻ ഓൾസോ ക്യാൻ ബി ദയർ. സോ വി ഹാവ് ടു മൂവ് ടു ബാംഗ്ലൂർ. How are you? Fine. Welcome to Bangalore. Thank you. By the way, meet my ACP, Mr. Chembaya. Hello. Good morning, sir. Nice meeting. Hello, Raju. How are you? Sir, this is Major Sivaram, I see. our NSG operational commander. Well, pleased to meet you. നൈസ് ടു മീറ്റ് യു ടു സർ. സർ, ആ ടെലിഫോൺ നമ്പർ ട്രേസ് ചെയ്ത് വീട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ദിരാനഗറിലാണ്. ഒരു സിംഗിൾ സ്റ്റോറേഡ് ഹൗസ് ഇൻ എ പോഷ് ഏരിയ. Sir, blue Fiat കാറും ഗ്രീൻ മാരുതി ജിപ്സിയും ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് പോയിട്ട് ഇൻഫർമേഷൻ ഉണ്ട് സർ. You are right. സർ, കോയമ്പത്തൂരിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ച് ശിവരസൻ ഗാങ്ങിനോടൊപ്പം പൊളിറ്റിക്കൽ ലീഡറായ ട്രിച്ചി ശാന്തനും ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവന്റെയാണ് ആ ബ്ലൂ പ്രീമിയർ ഫിയറ്റ് കാർ. പിന്നെ ആ ജിപ്സി, അത് ഇഞ്ചുവേർഡ് കേഡൽസിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. So, I guess we have to go in for a swift operation. ഡൺ സർ. ശിവ, ഓൾ യുവേഴ്സ്. സാർ, ഓപ്പറേഷൻ മുമ്പ് എനിക്ക് വീടൊന്ന് കാണണം. ചെമ്പയ്യ, ഐ വോണ്ട് റിക്കി ദാറ്റ് പ്ലേസ്. Sure, sir. I'll check it. രാജു സാർ, എനിക്ക് ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഒന്ന് വേണം. താൻ തിരിച്ചു വരുമ്പോ അത് റെഡിയായിരിക്കും. ചെമ്പയ്യ, ഈ കോളനി എങ്ങനെയാ? വെരി ഡീസന്റ് കാലനി സാർ. മാത്രമല്ല അടുത്ത വീട്ടുകാർ പോലും പരസ്പരം തിരിച്ചറിയില്ല സാർ. സാർ, ഇതാണ് വീട്. ടേക്ക് ദ കാർ ബാക്ക്. ഓക്കെ ബോയ്സ്, ഇതാണ് നമ്മൾ ഓപ്പറേഷന് പോകുന്ന വീടിന്റെ ബ്ലൂ പ്രിന്റ്. അവരിൽ നിന്ന് ഫയർ വന്നാലും മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫയർ ടു കിൽ ദം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും എസ്കേപ്പ് ചെയ്യാനോ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാനോ അവർ ശ്രമിക്കും. ഒരു കമാൻഡറുടെ തോക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റിനേക്കാൾ മരണവേഗതയുണ്ട് സൈനൈഡിന്. സോ വി ഷുഡ് ബി ആക്ടിംഗ് ഫാസ്റ്റർ ദാൻ എ ബുള്ളറ്റ്. ഡോണ്ട് ലൂസ് എനി ചാൻസ് ഫോർ എ സർപ്രൈസ്. ഓക്കെ? Roger, Brady. Me and my hit is always for you. Deepak sir, take your hit and enter the house from the back side. We will enter from the top. Move covertly, absolutely under cover.
up. Divak sir, wait for me. Come on. I'll say stand by. Go. Yeah. Surprise lost blast! Hey, what is this? What the hell is this? This one is not in the blueprint. Come on, give me. Hands up! Shit! Call the doctor! Doctor! No! Get it out! Come on, take him to the doctor! Come on! Why are you standing here? What the hell are you doing, man? Give it soon! Come on, I'll do it. Hey, do it! Give him the powder and oxygen. Shit! Take him to the hospital, man. Go! സാർ എന്ന ബ്ലൂ പ്രിന്റ് ഇല്ലാത്തൊരു വാൾ ഈ വീട്ടിലുണ്ട്. ഇല്ലീഗലായിട്ടാണ് ഈ വീടിന്റെ ഉടമ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഡിലേഡ് മീ 15 seconds. വീട് ഓൾട്ടർ ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റി അറിയിക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ദാറ്റ് മേഡ് മീ ലൂസ് എ മാൻ. And why the hell didn't you blast the back door? Shiva, please, at least mind your words. I am your senior officer. Yes, sir. ഇത്രയും കാലം നീയൊക്കെ എന്റെ കൂടെ ഉണ്ടായിട്ട് why didn't you do that? Shiva, please, it's my fault. Okay, I admit it's my fault. See, this is my first operation, okay? Sir, ഒരു കമാൻഡോയെ സംബന്ധിച്ചിടത്തോളം every operation is the first operation. ജയിച്ചു വന്നാൽ first operation, തോറ്റുപോയാൽ last operation. And the next operation is also the first operation. And we have no other option. Sir, ഇത്തരം ഓപ്പറേഷനിൽ മുന്നിൽ നയിക്കാനാണ് നമ്മളെപ്പോഴുള്ള ഓഫീസേഴ്സിന് സർക്കാർ കൂടുതൽ ശമ്പളം തരുന്നത്. So it's our privilege to face the enemy first. Come on, take him. One is dead, but one is alive. Major, Shiva sir. Nana sir.
வில்லேஜ் சார், ஸ்ரீலங்கால உங்களோட கேம்ப் பக்கத்தில் இருக்க அந்த பெரிய வீடு தெரியலையா சார்? அதான் சார் வில்லேஜ் சார். அந்த நெலாவலி கேம்ப் ஃபயரிங். நீ உங்ககிட்ட எத்தனை வாட்டி சொல்லியிருக்கு சாப்பாடெல்லாம் எடுத்துட்டு வர வேணாம். உன் அம்மாவுக்கு நீயே ஒரு பெரிய தலைவலி. இதை கொடுத்து அனுப்பினதே அம்மா தானே சார். இது உங்கள்கிட்ட கொடுக்கலான்ட்டு அம்மா என்ன திட்டுவா சார்? அதெல்லாம் எங்க போடு, எடுக்காத சார். இல்லை நான் ஒன்று வச்சிருக்கேன்டா. That won't give you life, that takes your life. அது உயிரை எடுக்கிறதுக்குடா, கொடுக்கறதுக்கு இல்லை. அதெல்லாம் உனக்கு தேவையில்லை, அங்கே வச்சிடு. மாலையில கோத்து போட்டு இருக்கிறது ராக்கெட் மாதிரி. சொன்னா புரிய மாட்டீங்களே. சரி எடுத்துக்க. இந்த பறவை மலபார் ஹோர்ன்பில்ஸ் தானே? இல்லை சார், இது வந்து ப்ளூ ஃபேஸ் மல்ஹோகா. இது லோவர் ஆல்டிடியூட்ல பறக்கக்கூடிய பறவை சார். இந்த சீசன்ல இதை ஸ்ரீலங்காவில் நிறைய பார்க்கலாம். நீ டாக்டர் ஆகணும்னு சொன்னேன், இதெல்லாம் எப்படி தெரியும்? எல்லாம் எங்களோட அப்பா சார். எங்களோட அப்பா ஒரு என்சைக்ளோபீடியா, ஒரு நடமாடும் பல்கலைக்கழகம் சார். அப்படி இருந்து நீ எதுக்குடா இதுல போய் மாட்டின? நீங்கள் அங்கிருந்து வெளியேறின பிறகு எல்லாம் நல்லா தானே இருந்தது, ஒரு வசந்தம் மாதிரி. நாங்கள் ஒரு சுயமரியாதையான குடும்பமா இருந்தோம். எங்க குடும்பத்துக்கு அங்க நடக்கிற சோசியல் இலிட்ரேட் தாங்க முடியல சார். அந்த ஸ்ரீலங்கன் யூஎன்பியோட அராஜகம், அந்த சிங்கள இனவாதிகள், என ஒரே முடித்த நாய்கள், அவங்களோட அந்த சிங்கள போலீஸும் நிற்கிறான் சார் சேர்ந்து. என்ன காப்பாத்த என் அம்மா கால பிடிச்சு கேட்டுறா சார். அப்பா வச்சு விட்டாங்க, என் கண்ணுக்கு முன்னாலே அப்பா வச்சு விட்டாங்க. இறக்கவே இல்லை, என் அப்பா கொடூரமா அடிச்சாங்க. ஐயோ என்ன தங்கச்சி, ஐயோ என்ன தங்கச்சி. அன்னைக்கு அங்க அடிபட்டதுதான் சார் காலில்.
இந்த ட்ரீட்மெண்ட்டுக்காக பெங்களூர் வந்தேன் சார். எனக்கு இந்த ராஜீவ்காந்தி கேஸுக்கு எந்த சம்மந்தம் இல்லை சார். நான் அப்பெல்லாம் நினைச்சேன் அவ பண்ற தப்புண்டு. ஆனா இப்பதான் தெரியுது எல்டிடி பண்றது கரெக்ட். அது உனக்கு தான் கரெக்ட், எனக்கு இல்ல. உன்ன மாதிரி சிங்களத்துக்காரங்களை காப்பாத்துறதுக்கு நாங்க அங்க வந்தோம். അപ്പൊ നിങ്ങൾ ഞങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു. LTT കാർ മുഴുവൻ ഇന്ത്യൻ ആർമി ക്യാമ്പിലായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? യെസ്. 15 ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചു. നിങ്ങളെ 16 ടോപ്പ് ലീഡേഴ്സ് ജാഫ്ര പോർട്ടിൽ സൈനഡ് കഴിച്ച് മരിച്ചു. IPKF അല്ലല്ലോ അവരെ കൊന്നത്. ആരെങ്കിലും അതിനെ കുറിച്ച് ആലോചിച്ചോ? ഇല്ല. ശ്രീലങ്കൻ UNP കളിച്ച കളി IPKF LTT കൂടെ അഴിക്കാൻ. അതിന്റെ സത്യാവസ്ഥ പോലും അറിയാൻ ശ്രമിക്കാതെ നിങ്ങൾ ഞങ്ങളെ നേരെ ആയുധം എടുത്തു. ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ നിങ്ങൾ കൊന്നു. യെസ്, ഇന്ത്യൻ ആർമി കൈ പിന്നിൽ കെട്ടി തിരിച്ചടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ നിങ്ങൾ ഒരു പ്രൊപ്പഗാൻഡ അടിച്ചിറക്കി. നിങ്ങളുടെ അമ്മപകന്മാരെ ഞങ്ങൾ മാനഭംഗപ്പെടുത്തിയിരുന്നു. 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. അതിന് 10-15 വർഷം കഠിന തടവ് കൊടുത്ത ചരിത്രമേ ഇന്ത്യൻ ആർമിക്കുള്ളൂ. അതിന്റെ പേരിൽ മുഴുവൻ പട്ടാളക്കാരെയും കുറ്റപ്പെടുത്തരുത്. സാർ ഞാൻ എപ്പോ சொன்னேன் സാർ? ഇതെല്ലാം എന്നത്തേക്ക് എന്നിട്ട് சொல்றீங்க? നീ നിന്റെ ഓർഗനൈസേഷൻ അത് അറിയണം. അന്ന് രാജീവ് ഗാന്ധി IPKF-നെ അങ്ങോട്ട് അയച്ചു നിങ്ങളുടെ പ്രശ്നം തീർക്കാനാ. അന്ന് IPKF അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അമേരിക്കൻ ആർമി പാകിസ്ഥാൻ എയർഫോഴ്സിനെ കൊണ്ട് അവിടെ ഒരു എയർബേസ് ഉണ്ടാക്കുമായിരുന്നു. And that would have been a threat to my country. And Sri Lanka never wanted IPKF to be there. അതുകൊണ്ടാണ് ഒരു ശ്രീലങ്കൻ നേവിക്കാരൻ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ പിടിലേക്ക് അടിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ ചെയ്തത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചിരുന്ന മഹാനായ ഒരു നേതാവിനെ നിർദാക്ഷിണ്യം കൊന്നു. നിങ്ങൾ ഈ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്നെങ്കിലും നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും, മാപ്പിരക്കേണ്ടി വരും. As far as me, like a commando is concerned, ഏതെങ്കിലും ഒരാളെ പാക്ക് ചെയ്ത് ഇന്ത്യയുടെ എനിമി എന്ന് സ്റ്റാമ്പ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്നത് എന്റെ അച്ഛനാണോ സഹോദരനാണോ മകനാണോ എന്ന് ഞാൻ നോക്കില്ല. I'll just shoot him down. And that's my duty. താനും മിരേഷുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ സിസ്റ്റം അതിനൊരു വിലയും കൊടുക്കില്ല. വാട്ട് സിസ്റ്റം ആർ യു ടോക്കിംഗ് അബൌട്ട് സർ? രാജീവ് ഗാന്ധി മരിച്ച ദിവസം മെയ് 21 വൈകുന്നേരം 4 മണിക്ക് കൊളംബോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ആരോ വിളിച്ചു ചോദിച്ചിരുന്നു രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടോ എന്ന്. യെസ് സർ, ഇന്ത്യൻ എംബസിയിലെ ആ ഓഫീസർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സർ, ആ ഓഫീസറും സാർ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. യൂണിഫോം ഇട്ടതുകൊണ്ട് മനുഷ്യത്വം മറക്കണമെന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർ? ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് കേസ്. ഞാൻ അറിഞ്ഞ മരേഷ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ സിറ്റുവേഷനാണ് അവനെ ഈ നിലയിൽ എത്തിച്ചത്. ബട്ട് ശിവ, അവൻ ഇന്ന് രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയാണ്. അല്ല സർ, അവൻ ശ്രീലങ്കൻ യുദ്ധത്തിൽ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്ന ഒരാളാണ്. അവനെ പോലെ ആയിരക്കണക്കിന് LTT-കാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം കേസ് പ്രതിയാക്കാൻ പറ്റും. തനിക്കിപ്പോ എന്താ വേണ്ടത്? മിറേഷിന്റെ മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയക്കുക. അവൻ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ സർ. ഓക്കേടോ, ഞാൻ ചെയ്യാം. താങ്ക് യു. മിരേഷ്, எல்லாத்துக்கும் நன்றி சார். என் உயிரையே திருப்பி கொடுத்துருக்கீங்க. இந்த புது வாழ்க்கையிலே ஒன்று நேசிக்கிறதுக்கு நிறைய பேர் இருப்பாங்க. அதெல்லாம் எனக்கு தெரியாது சார். ஆனால் என் மனசில் எப்போ நீங்கள் இருப்பீங்க சார். எப்போ முடிஞ்சா என்னை வந்து பார்ப்பீங்களா சார்? மிரேஷ், சார் இல்லை நான் வச்சிருக்கேன் சார். அது உயிரை எடுக்கிறது விட கொடுக்கறது இல்லை. அதில் உனக்கு தேவையில்லை வச்சு இது இந்த ஞாபகம் என் வாழ்க்கையில் எப்போ இருக்கக்கூடாது சார். ശ്രീലങ്കയിൽ നിന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന് അവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാ സ്ഥലം? സിറ്റിയുടെ ഔട്ട്സ്കേർട്ടില, മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ. അവിടുത്തെ ഒരു വില്ലേജ് ഹെഡ്മാൻ പറഞ്ഞത് സിനിമാ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞ് 1-2 വീട് അവർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ശിവരശനം ഗ്രൂപ്പും അവിടെ ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസിനെ അയച്ചത്. ഗുഡ് മോർണിംഗ് സർ. ചെമ്പയ്യ, റെയ്ഡ് കഴിഞ്ഞു? കഴിഞ്ഞു സർ. എത്ര പേരുണ്ടായിരുന്നു? 17 സർ. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു 12 പേര് സൈനഡ് കളിക്ക് സ്പോട്ടിലേ മരിച്ചു പോയി സാർ. ഒരു 5 പേര് ആസ്പെൽ കൊണ്ടുപോയിട്ടുണ്ട് സാർ. ഒന്ന് രക്ഷപ്പെടാൻ തോന്നില്ല സാർ. തന്നെയൊക്കെ വിട്ട് ഇതിനാണോ ഫൂൾ? തനിക്ക് ഒരാളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ? തന്നെയൊക്കെ വിട്ട എന്നെ വേണം. രാമലിംഗൻ സാർ, പ്ലീസ്. ഇനിയെങ്കിലും കമാൻഡോസ് പോകേണ്ട ഏരിയയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനല്ലാതെ പോലീസുകാരെ അയക്കരുത്. സോറി രാജു. തനിക്ക് എന്തെങ്കിലും എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലായിരുന്നു സാർ. കുറച്ച് പഞ്ഞിയും മരുന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ. സാർ എനിക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട് സാർ. എന്ത് ബുക്കാ? അതുകൊണ്ടല്ലേ സാർ പലചരക്ക് സാധനങ്ങൾ കണക്കിലെന്നതാ. നോക്കണേ. അഞ്ജനേപ്പ കെമ്പനഹള്ളി. ഇതൊരാളുടെ പേര് സ്ഥലമല്ലേ സാർ? പക്ഷേ
അതിപ്പോ നമ്മുടെ നാട്ടിൽ KK നായർ പാലക്കാട് എന്ന് പറയുന്ന പോലെയുള്ളൂ. രവി സർ, കെമ്പൻഹള്ളിയിലുള്ള സകല അഞ്ജനപ്പന്മാരെയും പോക്കണം. ഐ തിങ്ക് ദിസ് പേഴ്സൺ ഇസ് റിലേറ്റഡ് ടു ദാറ്റ് സുരേഷ് മാസ്റ്റർ ഹു ഈസ് ദ കെയർ ടേക്കർ ഓഫ് LTT's ഇൻജൂർഡ് കേഡേഴ്സ്. അഞ്ജനയപ്പ വീടുകൾ വാടക കൊടുക്കുന്ന ഏതെങ്കിലും ബ്രോക്കർ ആവാൻ സാധ്യതയുണ്ട്. അയാളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിച്ചാൽ തമിഴ്മാർക്ക് ആർക്കും റീസെന്റ് ആയിട്ട് വീട് വാടക കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. ನೀನೇ ರಂಗನಾಥ ಹೆಂಡಿದೆ? ಹೌದು ಸರ್. ನೀವು ಹೇಳಿರೋದಲ್ಲ ಸರಿ ಅಲ್ಲವಾ? ಹೌದು ಸರ್, ಅವರು ಶಿವರಸನ್ ಅಂತ ಮೊದಲು ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್. ಅವರು ಶಿವರಸನ್ ಅಂತ ಗೊತ್ತಾದ್ಮೇಲೆ ಸೇರಲ್ಲ ಅಂತ ಹೇಳಿದೆ ಸರ್. ನನಗೆ ಹಾಸನ ಇದೆ ಸರ್, ಅದು ಜಾಸ್ತಿ ಆಯ್ತು ಅಂತ ಅವ್ರ ಹತ್ರ ಹಾಸ್ಪಿಟಲ್ ಹೋಗ್ಬೇಕು ಅಂತ ಹೇಳಿದೆ ಸರ್. ಇಷ್ಟೇ ಸರ್ ನಡೆದಿದ್ದು. ಸರ್, ಗೌಡ ಕರೆಕ್ಟ್ ಜಾಗನ ತಿಳ್ಕೊಂಡಿದ್ಯಾ? ಜಾಗ ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು ಸರ್. ಕೊಣಾನ ಕೊಂಡಲ್ಲೇ ಇರುದು. ಹಾಗಾದ್ರೆ ಬಾ, ಬೇಗನೆ ಹೋಗೋಣ. ಸರ್, ನಿಮ್ಗೆ ಇವ್ರ ಹತ್ರ ಬೇರೆ ಅದನ್ನ ಕೇಳ್ಬೇಕಾಗದ್ಯಾ? ನಾನು ಕೇಳ್ಬೇಕಾಗಿರೋ ಹತ್ರ ಅಲ್ಲ, ಅವನ ಹತ್ರ, ಶಿವರಾಸನ ಹತ್ರ. ಈ ಗೌಡ ಅವನ ಹಿಡ್ಕೊಂಡ್ ಬಂದು ನಾನು ಯಾರನ್ನೋದನ್ನ ತೋರಿಸ್ತೀನಿ. CBI ಮುಂದೆನೆ ನನ್ನ ಅವಮಾನ ಮಾಡಿದ ಕಮಿಷನರ್ ಮುಂದೆನೆ ನಾನು ದಿಲ್ದಾರಾಗಿ ನಡಿಬೇಕು. ಶಿವರಾಸನ್ ಜೊತೆ ನಾನಿರೋ ಫೋಟೋ ನಾನ್ ನೋಡ್ಬೇಕು, ನಾಳೆ ಪೇಪರ್ ನಲ್ಲಿ ನೋಡ್ಬೇಕು. ರಾಜೀವ್ ಗಾಂಧಿ ಕೊಲೆಗಾರನ ಕಂಡಿಡಿದಿರೋರು ಚೆಂಬಯ್ಯ ಸ್ಟೀಮ್ ಅಂತ ನಾಳೆ ಜನ ಹೇಳ್ಬೇಕು. ನಾನು ಕಮಿಷನರ್ ಹತ್ರ ಫೋನ್ ಮಾಡಿ ಹೇಳಿದೀನಿ, ಆ ಜಾಗನ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ ಅಂತ. ಓಕೆ, ಎಲ್ಲ ಗಾಡಿ ചിക്കൻ ടേക്ക് ദ കോൾ. അടുത്ത സർ, 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 കോൾ ഫോർ യു സർ. ഹലോ, മേജർ ശിവറാം ഹിയർ. സർ, ശരി സർ, ഞങ്ങൾ ഉടനെ പുറപ്പെടുകയാണ് സർ. ഓക്കെ ബോയ്സ്, ദ വെയിറ്റ് ഈസ് ഓവർ. Shivarathan is cornered. Come on, we are on the move. ശിവ, Yes. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഡോക്ടർ, യേശുക്രിസ്തുവിന് ഒരു അവസാനത്തെ അത്താഴമെങ്കിലുണ്ടായിരുന്നു. പട്ടാൾക്കാരൻ അതുപോലുമില്ല. Come on, get going. Move. ഇവരുടെ ഹസ്ബൻഡ് രംഗനാഥനാണ് ശിവരശൻ ഗ്രൂപ്പിന് ഒരു ടെമ്പററി ഷെൽട്ടറായി ആദ്യം വീട് വാടകയ്ക്ക് കൊടുത്ത്. പക്ഷേ ഇപ്പൊ ശിവരശൻ ഉള്ളത് കൊനാനക്കൊണ്ടയിലെ ഒരു വീട്ടിലാണ്. ഇറ്റ്സ് അനദർ ഹൈഡ് ഔട്ട്. ചെമ്പയ്യ ആ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ಕೊನನಕೊಂಡ ಮನದಲ್ಲಿ ಎಷ್ಟು ಜನ ಇದ್ದಾರೆ? 7 ಜನ. ಹೇಳಿ ಸರ್, 8. ಶಿವರಸನ್ ಮೇಲೆ ಬೇರೆ ಯಾರು ಇದ್ದಾರೆ? ನಮ್ಮನ್ನ ಮೊದಲು ಇನ್ವಾಲ್ವ್ ಮಾಡಿಸಿದ್ದು ಸುರೇಶ್ ಮಾಸ್ಟರ್, ಆಮೇಲೆ ಶುಭಾ, ನೇರು, ರಂಗನ್, ಅಮ್ಮನ್, ಒಂದು ಡ್ರೈವರ್ ಕೂಡ ಇದ್ದಾರೆ ಸರ್. ನೀನು ಒಂದು ಲೇಡಿ ಕೂಡ ಬಂದಿದ್ರು, ಅವ್ರ ಹೆಸರು ಜಮುನಾ ಸರ್. ಈ ಹೇಳಿನ ಎಲ್ಲಾರು ಇವಂದು ವೆಲ್ಲಿಗೆ ಹಳ್ಳಿ ಇರುವುದು. ರಂಗನ್ ಬಂದು ಕೆಲವು ಟೈಮ್ನಲ್ಲಿ ಇರಲ್ಲ ಸರ್. ಯಾಕಂದ್ರೆ ಅವ್ರ ಗಾಡಿ ತಗೊಂಡು ಹೊರಗಡೆ ಹೋಗಿರ್ತಾರೆ. ಅವ್ರು ತಿರುಗು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಇವರು ಯಾರು ಹೊರಗಡೆ ಹೋಗಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲ ಸರ್. ಅವ್ರ ಕೈಯಲ್ಲಿ ಯಾವ್ದು ವೆಪನ್ಸ್ ಇರೋದು? ಕೋಳಿ ರೆಕ್ಕೆ ತರ 2-3 ರೈಫಲ್ಸ್ ಅವ್ರ ಕೈಯಲ್ಲಿ ಇದೆ ಸರ್. ಆಮೇಲೆ ಶಿವರಸನ್ ಹತ್ರ ಚಿಕ್ಕದ ಒಂದು ಗಣ್ಣು ಕೂಡ ಇದೆ ಸರ್. So that is AK-47 and a pistol. Any? Sir? ഈ സ്ത്രീയുടെ ആ വീടിന്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് make a sketch out of it. And if possible an aerial vision also. Okay, gentlemen. This is our target house. സർ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടോ? അവിടുത്തെ പാൽക്കാർ വഴി നമുക്ക് അവരെ സെഡേഷൻ ചെയ്ത് പിടിക്കാൻ പറ്റില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ടന്മാരല്ല അവരെ. They are very intelligent people. പാല് കുടിക്കണമെങ്കിൽ തന്നെ എത്ര പേരുണ്ടായിരുന്നാലും ശരി ആദ്യം ഒരാൾ കുടിച്ചോ. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യും, അതിനുശേഷം മറ്റുള്ളവർ കുടിക്കും. ബട്ട് ശിവ, നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് അവരെ ബോധം കെടുത്തിക്കൂടെ? That's not possible, sir. എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് പവർ അല്ല. എല്ലാവരും ഒരേ സമയത്ത് ബോധം കിട്ടണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ബോധം കിട്ടാൽ they'll get alert. ഒന്നുകിൽ അവർ സൈനൈഡ് കഴിച്ച് മരിക്കും, or they will kill each other. അതുകൊണ്ട് നമുക്ക് അവരെ ജീവനോടെ പിടിക്കാൻ പറ്റും. So the only possible way is a commando operation. So this is our target house. ഈ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെയാണ്. ആ വീട്ടിൽ ആൾ താമസം ഉള്ളതാണ്. ഈ റോഡിന് മെയിൻ റോഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഹൗസ് ഒരു ടേണിംഗ് ഉണ്ട്. വി ക്യാൻ അപ്രോച്ച് ഫ്രം ഹിയർ. ഈ വീട് നമുക്ക് നമ്മുടെ കവറിംഗ് ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം. Now, as per the information, ഈ ടാർഗറ്റ് ഹൗസിന്റെ ടെറസിൽ നിന്ന് താഴേക്കുള്ള വാതിലിൽ there is a window this side and this side. ഇത് കിച്ചൺ ഡോർ ആണ്. Now, gentlemen, we have two options. Hit number 1, ഈ വീടിന്റെ മുകളിൽ നിന്ന് ലാഡർ ഉപയോഗിച്ച് കീപ്പ് എ ലാഡർ ടാർഗറ്റ് ഹൗസിന്റെ ടെറസ് ഡോറിന് സമീപം പൊസിഷൻ എടുക്കണം. എന്റെ അണ്ടറിലുള്ള ഹിറ്റ് നമ്പർ 2 ഈ സൈഡിൽ കൂടി പോയി ഡീകോർ ചെയ്ത് ഈ കോർണറിൽ കൂടി അപ്രോച്ച് ചെയ്യും. ബിക്കോസ് ഈ വീടിന്റെ പുറകുവശത്തും ഈ സൈഡിലും വിൻഡോ ഇല്ല. ഹിറ്റ് നമ്പർ 3 will cover from here. അതേ കോർണറിൽ പോയി കവറിംഗ് പൊസിഷൻ എടുക്കും. Give the covering time just in case required. ഈ വീടിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ
ശിവരശൻ ഉൾപ്പെടെ 7 പേരും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. നമ്മുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ ഫ്രണ്ട് ഡോർ വഴിയെ പ്രതീക്ഷിക്കും. Now we all ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പൊസിഷൻ എടുത്തതിന് ശേഷം ബാക്ക് ഡോറും ടെറസ് റോഡും ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ we got to leave precisely 3 seconds. കാരണം എക്സ്പ്ലോഷന്റെ സൗണ്ടിൽ സ്റ്റണ്ണായി പോകുന്ന അവർക്ക് 3 seconds ബോധം നഷ്ടപ്പെട്ടു. ഈ 3 സെക്കൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത് അകത്ത് കയറി അവർ സൈനൈഡ് കഴിക്കാതെ ഓവർ പവർ ചെയ്യുക, ഫയർ ചെയ്താൽ കൗണ്ടർ ഫയർ ചെയ്യുക വിതൗട്ട് കില്ലിംഗ്. മൈൻഡ് യു, വിതൗട്ട് കില്ലിംഗ്. Now let's move it. 60 seconds from now to start the mission. Set your watches.
ശിവരസന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മേജർ ശിവ ആൻഡ് ദ ബോയ്സ് ആർ റെഡി ടു ഡു ദ ഓപ്പറേഷൻ റൈറ്റ് നൗ. എന്റെ പ്രസൻസിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി. ഞാൻ ടുമോറോ മോർണിംഗ് 10 മണിക്ക് എത്താം. ഞാൻ ഓൾറെഡി DGCBI ഇൻഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ്. We will reach there by tomorrow morning 10 സർ, o'clock. ടുമോറോ മോർണിംഗ് നാളെ 10 മണിക്കെന്ന് പറഞ്ഞ സർ. സർ, മേജർ ശിവ വാണ്ട്സ് ടു ടോക്ക് ടു യു. Okay. ഗുഡ് ഈവനിങ് സർ. മേജർ ശിവ ഹിയർ. സർ, നമ്മൾ ഇനി രാത്രി തന്നെ ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കണം. കാരണം നാളെ സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പറേഷൻ പ്രസക്തിയില്ല സർ. നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൃതല രാവിലെ അവിടെ എത്തിയില്ലെങ്കിൽ ശിവരസൻ അലേർട്ട് ആവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ എത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. അതുവഴി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. നാളെ കാലത്ത് 10 മണിക്ക് ചാൻസസ് ആർ 50-50, either me or him, and I cannot promise you that I will be catching him alive. No, I'll talk to you separately. Sir, please understand me. Tomorrow, we'll meet tomorrow. Sir, what I say is, this is the time for a storming operation. I know ശിവ, I know. സാർ, അയാൾ വന്നിട്ടാണെങ്കിലും വരുന്നതിന് മുമ്പാണെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട നമ്മളാ. സാറിന് രാത്രി ഓർഡർ ഇടാൻ പറ്റുമോ? I will do it. ഓർഡർ ഇടാനുള്ള അധികാരം അയക്കല്ലേ ഉള്ളൂ. Sir, that shows his selfish interest to take the credit away. I hate this bureaucratic stupidity. ഞങ്ങൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അവർ ജീവനോടെ പിടിക്കാൻ. എന്നിട്ട് ഞങ്ങൾ തന്നെ റാസ്കൽസ് വേണ്ടി കാവലിരിക്കാന്ന് വെച്ചാ How far is the house? ಸ್ವಲ್ಪ ಸರ್. Where is it? ಸರ್, ಇದಾನೆ ಬಿಡಿ ಸರ್. യൂണിഫോം വിട്ടുപോയി. സർ, കോഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമം 1/2 കിലോമീറ്റർ ദൂരമെങ്കിലും വേണം. നമ്മുടെ പ്രസൻസ് അവർ മനസ്സിലാക്കരുത്. നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ്സ് കോഡനിങ്. വിളിക്കണോ തന്നെ പോലീസുകാർ? Call your bloody police. Police! Go back. Hold up. Come. Come back. Deepak sir, you take the right position and keep the boys under cover. Okay. Okay, boys. Follow me. You take that position. Go. Sir. ജോളി, ആ വണ്ടിയൊക്കെ നിൽക്കുന്ന സ്ഥലമില്ലേ? യു ഗോ ആൻഡ് ഗാർഡ്. ഒരു ഈച്ച പോലെ ഇങ്ങോട്ട് കടന്നു വരാം. ഗോ. സർ, ഫോർ മീ പൊസിഷൻ സർ. ഓക്കെ സർ. ഓക്കെ. There, sir. You take a safe position. Please. Come. ശിവ. Sir, I'm Major Shivaram from National Security Guard. I need your house. There is a danger behind your house. Please don't make any noise. Vacate the house immediately. Trust me, please. There's a car waiting for you outside. You can check in any hotel. I'll pay for that. Thank you. Sir, take care of the child. Go ahead. Right, sir. Anyway, one thing is very clear. ആ സർപ്രൈസ് എലമെന്റ് പോയി. നമ്മളിവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. സോ വി ഹാവ് ടു ലോഞ്ച് ദ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി. ഡൽഹിയിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ വല്ല ഇൻഫർമേഷൻ ഉണ്ടോ? എനിത്തിങ് പോസിറ്റീവ്? സോറി ശിവ, നെഗറ്റീവ്.
Hit number 1. Find out when CEO Colonel Vijay is coming. अरे CEO साहब कब आ रहा है पता लगाओ. ಇಲ್ಬಾಮ ಏನ್ರಿಪ್ಪ ಆ ಮನೆಯಲ್ಲಿ ಯಾರ್ಯಾರಿದ್ದಾರೆ? ಅದು ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್. ಹೋಗು രാജു സാർ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ജനങ്ങൾ കൂടുന്നതിന് മുമ്പെങ്കിലും ക്യാൻ ഐ ഗോ ഇൻ? സോറി ശിവ, പാർത്ഥിവൻ സാർ ഇതുവരെ എത്തിയിട്ടില്ല. രാജു സാർ, എനി പോസിറ്റീവ് ഇൻഫർമേഷൻ? നെഗറ്റീവ്. സാർ, സാരിനുള്ള ഫുഡാണ്. നിങ്ങൾ കഴിച്ചോ? കളിക്ക് സാർ, സിമ്പിളായിട്ട് ഒരു ചിക്കൻ ബിരിയാണി. വാട്ട് അബൌട്ട് മൈ ബോയ്സ്? ബോയ്സ് ഐ വിൽ ടേക്ക് ഇറ്റ് സർ. Wait. Sir? Keep this for your dinner. And don't come again to meet me here. Get out. Come, sir. I don't come, sir. Thank you, sir. ശിവ, please come out. പാർത്ഥിവൻ സാർ വന്നിട്ടുണ്ട്. Sir. Major Shivram is coming. नहीं पीछे हटो. पीछे hey पीछे नहीं. Shiva, this is DG CBI, Mr. Ajay Kiran. Sir, he is Major Shiva. Hello. So, what's your plan now? I have no plans. What do you mean by that? You are the operational commander. Yes, sir. I know. എൻ്റെ പ്ലാനിലും രാവിലെ 5 രൂപയുടെ ഓവറായി സർ. അതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് അവരെ ജീവനോട് പിടിക്കാമായിരുന്നു. ഇനിയിപ്പോൾ എത്ര പേരെ ജീവനോട് പിടിക്കാമെന്നോ ഞങ്ങൾ എത്ര പേര് ജീവനോട് തിരിച്ചു വരുമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞാൽ You are sounding little arrogant. നോ സർ. ഒരു ജൂനിയർ ഓഫീസർ സത്യാവസ്ഥ പറഞ്ഞാൽ പലപ്പോഴും സീനിയർ ഓഫീസർക്ക് തോന്നുന്നത് ആരകണ്ടാണ്. ഐ എം ടെല്ലിംഗ് ദ ഫാക്ട്. സർപ്രൈസ് എലമെന്റ് ലോസ്റ്റ് ആകുന്നതിന് മുമ്പ്, ദാറ്റ് ഈസ് യെസ്റ്റർഡേ നൈറ്റ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാനും രാജു സാറും പാർത്ഥിവ സാറിനോട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ട് മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. Now you should tell me the command. I'll execute it. Actually, Major Shiva, we are worried about your life. I think we'll arrange for more commandos. Excuse me, sir. സാർ ഇവിടെ 1000 കമാൻഡോസിനെ ഇറക്കിയാലും ഈ ഓപ്പറേഷന്റെ കമാൻഡർ ഞാനും എന്റെ ടീമുമായിരിക്കും. ഈ ഓപ്പറേഷനിൽ അവരെ പിടിക്കാനാണെങ്കിലും ഞങ്ങൾ മരിക്കാനാണെങ്കിലും വി ആർ പ്രിവിലേജ് സർ. പിന്നെ സാറ് പറഞ്ഞ ഞങ്ങളുടെ റിസ്ക് ഫാക്ടർ
എല്ലാ മാസവും 1200 രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് റിസ്ക് അലവൻസ് തരുന്നതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഇറ്റ്. I don't want to talk to him. Press, you can come for a press conference. സർ, തീരുമാനം എന്താണെങ്കിലും അറിയിച്ചാൽ മതി. ഐ എം ഹിയർ. Excuse me, sir. Sir. What do you want? No, nothing, sir. I'm really sorry. बगल में कोई एसटीडी बूथ है? सर. സാർ, ഇവിടെ അടുത്തൊരു എസ്റ്റിഡി ബൂത്ത് ഉണ്ട്. വേണമെങ്കിൽ ടേൺ ബൈ ടേൺ ആയിട്ട് എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ സാബ് ഞാനെന്താ വീട്ടിലേക്ക് വിളിച്ച് പറയേണ്ടെന്ന് ആലോചിക്കട്ടെ. ചെല്ലേ സർ. ಖಾಲಿ ಮಾಡಿ ಇಲ್ಲಿದೆ. साले क्या किया तूने? साहब जी, आपने बुलेट प्रूफ नहीं पहना था ना? तूने कौन सा पहना है? खुद क्यों नहीं पहना है? अपना ख्याल रखता, बड़ा आ गया मेरा ख्याल रखने के लिए. डॉक्टर, डॉक्टर, take him. No, take. I want him alive. Get the cow. Where want you to? Get in. Move. All hits. Shatter all the window glasses. Roger, buddy. Raju sir, please come online. Carry on, Shiva. I want a fire force to lit up the target house. ആരും രക്ഷപ്പെടാൻ പാടില്ല. Please, fast. Out. രാജു സർ, ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പോഴെങ്കിലും അവിടെ കയറിയിരിക്കണം. പ്ലീസ് ഗീവ് മീ എ കമാൻഡ്. Shiva, say again. ശിവ, താൻ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശിവ, come online. ശിവ, can you hear me? ശിവ, say again. നോ സർ, ഇനി എനിക്കൊന്നും പറയാനില്ല. ശിവ, ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ? വിജയ് സർ, എല്ലാം കൈവിട്ടു പോയി സർ. വാട്ട്സ് യുവർ പ്ലാൻ? സർ, ഞങ്ങൾ ബാക്ക് ഡോറിൽ കൂടി ഹെഡ് ടു കോർണർ ടോപ്പ് ഓഫ് ദ ഹൗസ്. ഓക്കെ, ഗെറ്റ് യുവർ ബോയ്സ് മൂവ്. സർ, ഓർഡർ കിട്ടിയോ? I am giving the order. താങ്ക് യു സർ. Can I be a part of your team? യു ക്യാൻ കമാൻഡ് സർ. No, അത് തന്റെ റൈറ്റ് ആണ്. ടീമിലെ ഒരാളായി. Then that's my privilege, sir. Thank you. Boys, get ready. Stand by. Stand by. Go.
Major Shiva has done an excellent job. Colonel Vijay, we must recommend him for a President's Gallantry Medal. Yeah, that's right. എക്സ്ക്യൂസ് മീ വിത്ത് യുവർ പെർമിഷൻ. സാർ എന്താ പറഞ്ഞത്? മെഡൽ റെക്കമെൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് എ ബിലേറ്റഡ് അബോർട്ടീവ് ഓപ്പറേഷൻ. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അഭിമാനപൂർവ്വം 2 മെഡലുകൾ മേജർ ശിവരാം വാങ്ങിയിട്ടുണ്ട് സാർ. 10 വെടിയേണ്ട ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചടിച്ച് കൊന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാ. പക്ഷെ ഇതിന് കിട്ടുന്ന ഗാലണ്ടറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രം ഇരുന്നത് മുടക്കിയ നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കുത്തിവെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 3ാമത്തെ മെഡൽ എന്തിനു കിട്ടിയതാണെന്ന് എന്റെ മകൻ എന്തെങ്കിലും ചോദിച്ചാൽ സയനൈഡ് കഴിച്ച് മരിച്ചവരെ റേഡിയതിന് കിട്ടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ഓപ്പറേഷൻ ഇവരെ ജീവനോടെ പിടിക്കണമെന്ന് ആദ്യം പറഞ്ഞപ്പോ സന്തോഷിച്ചവരാ ഞങ്ങള്. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഗോ ആൻഡ് കിൽ എന്നാണ്. അങ്ങനെ കൊന്നു മാത്രം പരിചയിച്ച ഞങ്ങൾക്ക് ഇതിൽ കുറച്ചുപേരെങ്കിലും ജീവനോടെ പിടിക്കാമെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി സാർ. ബട്ട് യുവർ ബ്ലഡി പേഴ്സണൽ ഇൻട്രസ്റ്റ് അതെല്ലാം നഷ്ടപ്പെടുത്തി. ശത്രുവായാലും മിത്രമായാലും ഇവിടെ വീണ് കിടക്കുന്നത് ചോരയാ. അവരല്ല സ്വയം കൊന്നത്. This man delayed and derailed the operation and killed them. You recommend yourself for the medal and hang on you. Thank you, sir. Thank you for everything. Thank you, Shivaji. Thank you, sir. Sir, thank you. സർ, ഇന്ന് ഓഗസ്റ്റ് 20 Let's go. രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. ഈ ഓപ്പറേഷൻ ഇത്രയും ഡിലേ ആക്കിയത് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു. Okay, boys, we have no time to waste.